യം ശൈവാः സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരിഃ ഓം ഹരിഃ ഓം ഹരിഃ. എല്ലാവരും കൂടി നമുക്ക് പതിവ് പോലെ 3 തവണ ഓംകാരം ജപിക്കുക. കൈ മടക്കി കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ. കണ്ണടച്ച് പരമാവധി വിഷമത്തിക്കാത്ത തരത്തിൽ നിവർന്നിരിക്കുക. മനസ്സും വായും തുറന്ന് ജപിക്കാം നമുക്ക്. ഇതാ ഓ എല്ലാവരും ഒന്ന് ഉറക്കെ ആയിക്കോട്ടെ. ഓ പോരാ. ഓ ഹരിഃ ഓം തത്സത്. ജയ ഗുരു ജയ. ശരീരം സ്വർഗനരകൗ ശരീരം സ്വർഗനരകൗ ശരീരം സ്വർഗനരകൗ ശരീരം സ്വർഗനരകൗ ബന്ധമോക്ഷൗ ഭയം തഥാ ബന്ധമോക്ഷൗ ഭയം തഥാ കൽപ്പനാമാത്രമേവൈതത് കൽപ്പനാമാത്രമേവൈതത് കിം മേ കാര്യം ചിദാത്മനഃ കിം മേ കാര്യം ചിദാത്മനഃ. ഇനിയുള്ള ശ്ലോകങ്ങളൊക്കെ ഒന്ന് ചൊല്ലുക. എന്നാ 2-ാം അധ്യായത്തിൽ 1 മുതൽക്ക് ചൊല്ലുക. അഹോ നിരഞ്ജന ശാന്തോ അഹോ നിരഞ്ജന ശാന്തോ ബോധോഹം പ്രകൃതേഃ പരഃ ബോധോഹം പ്രകൃതേഃ പരഃ ഏതാവന്തമഹം കാലം ഏതാവന്തമഹം കാലം മോഹേനൈവ വിഡംബിതഃ മോഹേനൈവ വിഡംബിതഃ. എല്ലാവരും ചൊല്ലണേ. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടെങ്കിലും, നിങ്ങളുടെ വരും തലമുറയെ ഉദ്ദേശിച്ച്, പൂർവികരെ ഉദ്ദേശിച്ച് നമുക്ക് എല്ലാവരോടും കൂടി ഒരു ബന്ധം പുലർത്താം. യഥാ പ്രകാശയാമ്യേകോ യഥാ പ്രകാശയാമ്യേകോ ദേഹമേനം തഥാ ജഗത് ദേഹമേനം തഥാ ജഗത് അതോ മമ ജഗത് സർവം അതോ മമ ജഗത് സർവം അഥവാ ന ച കിഞ്ചന അഥവാ ന ച കിഞ്ചന സശരീരമഹോ വിശ്വം
ശരീരമഹോ വിശ്വം പരിത്യജ്യ മയാധുനാ പരിത്യജ്യ മയാധുനാ കുതശ്ചിത് കൗശലാദേവ കുതശ്ചിത് കൗശലാദേവ പരമാത്മാ വിലോക്യതേ പരമാത്മാ വിലോക്യത്തെ യഥാ നതോ യതോ ഭിന്നാഃ യഥാനതോ യതോ ഭിന്നാഃ തരംഗാഭേന ബുദ്ബുദാഃ തരംഗാഹ്വേന ബുദ്ബുധാഃ ആത്മനോ ന തഥാ ഭിന്നം ആത്മനോ ന തഥാ ഭിന്നം വിശ്വമാത്മവിനിർഗതം വിശ്വമാത്മവിനിർഗതം തന്തുമാത്രോ ഭവേദേവ തന്തുമാത്രോ ഭവേദേവ പടോ യദ്വദ്വിചാരിതഃ പടോ യദ്വദ്വിചാരിതഃ ആത്മതന്മാത്രമേവൈദം ആത്മതന്മാത്രമേവേദം തദ്വദ്വിശ്വം വിചാരിതം തദ്വദ്വിശ്വം വിചാരിതം യഥൈവേക്ഷുരസേ ക്ലിപ്താ യഥൈവേക്ഷുരസേ ക്ലുപ്താ തേന വ്യാപ്തൈവ ശർക്കരാ തേന വ്യാപ്തൈവ ശർക്കരാ തഥാ വിശ്വം മയി ക്ലിപ്തം തഥാ വിശ്വം മയി ക്ലുപ്തം മയാ വ്യാപ്തം നിരന്തരം മയാ വ്യാപ്തം നിരന്തരം ആത്മാജ്ഞാനാത് ജഗദ്ഭാതി ആത്മാജ്ഞാനാത് ജഗദ്ഭാതി ആത്മജ്ഞാനാന്ന ഭാസതേ ആത്മജ്ഞാനാന്ന ഭാസതേ രജ്വജ്ഞാനാദഹിർഭാതി രജ്വജ്ഞാനാദഹിർഭാതി തജ്ഞാനാത് ഭാസതേ നഹി തജ്ഞാനാത് ഭാസതേ നഹി. ഇനി എട്ടാമത്തെ ശ്ലോകം എടുക്കുകയാണ്. പ്രകാശോ മേ നിജം രൂപം പ്രകാശോ മേ നിജം രൂപം നാതിരിക്തോസ്മ്യഹം തതഃ നാതിരിക്തോസ്മ്യഹം തതഃ യദാ പ്രകാശത്തെ വിശ്വം യദാ പ്രകാശത്തെ വിശ്വം തദാഹം ഭാസ ഏവ ഹി. തദാഹം ഭാസ ഏവ ഹി. ഞാനിതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് പറയാം. അത് വെറും അർത്ഥമോ പറയലോ അല്ല. നിങ്ങളുടെ എല്ലാവരുടെയും ശരീരത്തിൻ്റെ ഉള്ളിൽ സദാ പ്രസരിച്ച് ഉണർവ് രൂപത്തിൽ ശരീരത്തിനെയും അതുവഴി ഇന്ദ്രിയങ്ങളെയും അതുവഴി ലോകത്തെ ഒട്ടാകെയും ഉണർത്തിത്തരുന്ന ആ ഉണർവ് സ്വരൂപമായ ഒരു സാന്നിധ്യമുണ്ടല്ലോ, ആ സാന്നിധ്യത്തെ പറ്റിയാണ് പറയുന്നത്. അത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. നമ്മളിൽ നിന്ന് അകന്ന ഒരു വസ്തുവെയോ അദൃശ്യമായ ഒന്നിനെയോ കുറിച്ചല്ല ഇവിടെ പരാമർശം. നാം പരാമർശിക്കുന്നത് ഞാൻ 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 താൻ താൻ എന്നിങ്ങനെ പരാമർശിക്കുന്ന ആ ഉൾ സാന്നിധ്യമുണ്ടല്ലോ, അതിനെയാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് എന്ന് നിങ്ങളെല്ലാവരും ഗ്രഹിക്കണം. അതിനോടുള്ള അടുപ്പം, ആഭിമുഖ്യം, അതിനോടുള്ള പ്രതിബദ്ധത അപ്പോഴേ വേണ്ടതുപോലെ ഉദിക്കൂ. പ്രകാശോ മേ നിജം രൂപം. എല്ലാവരുടെയും രൂപം എന്താണെന്ന് ചോദിച്ചാൽ പ്രകാശമാണെന്ന്. ജനകൻ അഷ്ടാവക്ര മഹർഷി പറഞ്ഞ 20 ശ്ലോകം കേട്ടതിന് ശേഷം തനിക്കുണ്ടായ ആ അനുഭവ ധോരണിയുണ്ടല്ലോ, അത് വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് പല വീക്ഷണകോണുകളിൽ നിന്നും. അതിലൊരെണ്ണമാണ് പ്രകാശോ മേ നിജം രൂപം. എൻ്റെ രൂപം വാസ്തവത്തിൽ പ്രകാശമാണെന്ന്. നാതിരിക്തോസ്മ്യഹം തതഃ. അതിൽ നിന്ന് അതിരിക്തമായി യാതൊന്നുമില്ല. പ്രകാശം പ്രകാശം എന്നത് മാത്രമാണ് എൻ്റെ സ്വരൂപം. ഞാൻ ഒരിക്കലും പ്രകാശമല്ലാതെ ആവുന്നില്ല. വാസ്തവത്തിൽ ഏതെങ്കിലും ഒരു പദാർത്ഥത്തിന് ഒരു സ്വഭാവമോ ഒരു ലക്ഷണമോ ഒരു സ്വാദോ ഒരു രുചിയോ ഉണ്ടെങ്കിൽ ആ രുചി ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് ഒരേപോലെ ഇരിക്കുകയല്ലേ ഉള്ളൂ. അതിന് മാറ്റം വരുമോ?
ഇപ്പോൾ പാലാണെങ്കിൽ പാലിൻ്റെ നിറം, ശർക്കരയാണെങ്കിൽ ശർക്കരയുടെ മാധുര്യം, തേനാണെങ്കിൽ അതിൻ്റെ സ്നിഗ്ധതയും മാധുര്യവും, അതിന് ഒരു കാലത്തും മാറ്റം വരില്ലല്ലോ. ഒരു വസ്തു അതിൻ്റെ തനതായ രൂപത്തിൽ എക്കാലത്തും തുടരുമ്പോഴാണ് അതിനെ ഒരു സത്യവസ്തുവായി നാം പരിഗണിക്കുന്നത്. അപ്പോൾ എൻ്റെ രൂപം എപ്പോഴും പ്രകാശമാണ്, പ്രകാശമാണ്, പ്രകാശമാണ്. ഒരിക്കലും ഞാൻ അപ്രകാശമാകുന്നില്ല, പ്രകാശമായേ നിൽക്കുന്നുള്ളൂ. മോഹാലസ്യം പിടിപെട്ടാൽ പോലും ആ മോഹാലസ്യത്തിൽ നിന്ന് എണീറ്റ് ഞാൻ ഒന്നും അറിയാതെ ഇരുന്നു, എനിക്കൊരു ബ്ലാക്ക് ഔട്ട് ഉണ്ടായി, ഞാൻ മൂർച്ഛിതനായി എന്ന് ഞാൻ തന്നെയാണ് പറയുന്നത്. ആരാണോ മോഹാലസ്യപ്പെട്ടത് ആ ആൾ തന്നെയാണ് മോഹാലസ്യത്തെ തനിക്ക് ഉണർത്തി തരുന്നത്. എല്ലാ ദിവസവും നാം കിടന്നുറങ്ങണു ഒരു പ്രജ്ഞയും ഒരു ബോധവുമില്ലാതെ. ആ ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റ് ഞാൻ ഇത്രയും നേരം കിടന്നുറങ്ങി ഗാഠനിദ്രയിലായിരുന്നു, ഒന്നും തന്നെ അറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ബാക്കി ഒന്നും അറിയാതെ ഇരുന്ന സമയത്തും ഞാൻ ഉറങ്ങി എന്ന് പറയാൻ ഉറക്കത്തെ ഉണർന്നുകൊണ്ടാണ് നമ്മൾ കിടന്നുറങ്ങിയത്. അപ്പോൾ പ്രകാശം, പ്രകാശം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? പ്രകാശിപ്പിക്കുന്നത് പ്രകാശം, പ്രകാശിപ്പിക്കുന്നത് പ്രകാശം. ഇവിടെ പ്രകാശിപ്പിക്കുന്നത് എന്തിനെയാ? അവനവനെ തന്നെയാണ് പ്രകാശിപ്പിക്കുന്നത്. ഞാനിതാ ഉണ്ട്, എനിക്കൊരു ശരീരമുണ്ട്, എനിക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, എൻ്റെ ഇന്ദ്രിയങ്ങൾ മുഖേന ഞാൻ ഈ ലോകവസ്തുക്കളെ ഗ്രഹിക്കുന്നു, കാണുന്നു. അപ്പം എന്നിൽ നിന്നുള്ള വികസനം, വിസ്താരമാണ് ബാക്കിയെല്ലാം. കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഉണർന്നിട്ട് എൻ്റെ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കാതെ ഞാൻ തന്നെ ഉണ്ടാക്കി തീർത്ത ഇന്ദ്രിയങ്ങൾ മുഖേന ഈ വിസ്തൃതവും അനന്തവുമായ പ്രപഞ്ചത്തെ മുഴുവൻ, അതിൻ്റെ അനന്ത ദൂരങ്ങളും അസംഖ്യ വസ്തുക്കളും എല്ലാം തന്നെ ഞാൻ നോക്കി കാണുന്നു. ഈ കാഴ്ച നടക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അപ്പം ഞാൻ കണ്ട വിസ്താരം മുഴുവൻ ഞാൻ അനുഭവിക്കുന്നു. എങ്ങനെ എൻ്റെ ശരീരത്തിനെ സംബന്ധിച്ച ഉണർവുണ്ടോ അതുപോലെയാണ് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച ഉണർവും എനിക്ക്. ഇത് മുഴുവനും സംഭവിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ആ ഉള്ളിലാണ് പ്രകാശസാന്ദ്രമായിരിക്കുന്ന ഉണർവ്. ആ പ്രകാശമാണ് ഞാൻ. നാതിരിക്തോസ്മ്യഹം തതഃ. ഈ പ്രകാശമല്ലാതെയോ പ്രകാശത്തെ കവച്ചു വയ്ക്കുന്നതോ ആയ ഒരു നില എനിക്കില്ല. യഥാ പ്രകാശതേ വിശ്വം തദാഹം ഭാസയേവഹി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതുവരെ പറഞ്ഞു, അടുത്തുള്ളത് പറയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഞാൻ ഉണർവ് രൂപത്തിൽ എൻ്റെ ശരീരത്തെ ഉണരുന്നു. ജാഗ്രത അവസ്ഥയിൽ വന്നാൽ എൻ്റെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു. ആ പ്രവർത്തന ഫലമായി പ്രപഞ്ച വസ്തുക്കളെ മുഴുവൻ ഗ്രഹിക്കുന്നു. ഇത് മുഴുവൻ നടക്കുന്നത് എൻ്റെ ശരീരത്തിനുള്ളിലുള്ള ഉണർവ് തലത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞ നമ്മുടെ സദസ്സിന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? എൻ്റെ ശരീരത്തിന് ഉണരുന്ന മേഖല, ആ തലം, ആ പ്ലെയിനിൽ തന്നെയാണ് ഈ പ്രപഞ്ചത്തെയും ഞാൻ ഉണരുന്നത്. ഇത് രണ്ടും എൻ്റെ ഉണർവാണ്, എനിക്കുള്ള അനുഭവമാണ്. എൻ്റെ അനുഭവം എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. യഥാ പ്രകാശതേ വിശ്വം തദാഹം ഭാസയേവഹി. അപ്പോൾ വിശ്വം എനിക്ക് പ്രകാശിക്കുമ്പോൾ ആ പ്രകാശം വാസ്തവത്തിൽ എൻ്റെ തന്നെ പ്രകാശമല്ലേ? ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? എൻ്റെ ഉള്ളിലാണ് എൻ്റെ ശരീരപ്രതീതി, എൻ്റെ ഉള്ളിലാണ് എനിക്ക് ഇന്ദ്രിയങ്ങളുണ്ട് എന്നുള്ള പ്രതീതി, അനുഭവം. അതേ ഉള്ളിൽ തന്നെയാണ് ഈ പ്രപഞ്ചാനുഭവം. അപ്പോൾ ഞാൻ പ്രപഞ്ചത്തിനെ കാണുന്നു, അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ എൻ്റെ തന്നെ വിസ്തൃതാനുഭവമല്ലേ അത്? ഒന്ന് ഉറപ്പിച്ച് പറയും. തദാഹം ഭാസയേവഹി. ഇവിടെ പ്രകാശം എന്ന വാക്കിന് അർത്ഥം അക്ഷരാർത്ഥമല്ല, ലക്ഷ്യാർത്ഥം. പ്രകാശം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട്, പ്രകാശം. എന്താണ് പ്രകാശം? ഒന്നിലോ ലൈറ്റ്, അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും ആവാം. സൂര്യപ്രകാശം, ചന്ദ്രപ്രകാശം, അഗ്നിയുടെ പ്രകാശം, മിന്നാമിനുങ്ങ്, ഇടിമിന്നൽ, അങ്ങനെ പലതും ആവാം.
നമ്മൾ ഈ പറയുന്ന പ്രകാശം കണ്ണിൻ്റെ മുൻപിൽ കണ്ണിന് രൂപങ്ങളെയോ നിറങ്ങളെയോ വെളിപ്പെടുത്താനുള്ളതാണ്. അങ്ങനെ ഇന്ദ്രിയ തലത്തിലുള്ള വാക്കുകളെ നമുക്ക് ശബ്ദകോശത്തിലുള്ളൂ. ആ വാക്കുകളെ വെച്ചുകൊണ്ട് വേണം ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആ ഉൾമേഖലയുള്ള കാര്യങ്ങളെ ചിത്രീകരിക്കാൻ. അതുകൊണ്ട് നാം പ്രകാശം എന്നൊരു വാക്ക് ഉപയോഗിക്കണമെന്ന് മാത്രം. അതിന് കണ്ണിന് കാണാനുള്ളത് എന്നല്ല അർത്ഥം. കണ്ണ് കാണുന്നത് പോലെ ചെവി കേൾക്കുന്നു, അത് രണ്ടും പോലെ മൂക്ക് മണക്കുന്നു, നാവ് രുചിക്കുന്നു, ത്വക്ക് സ്പർശിക്കുന്നു. ഈ ത്വക്കിനെ കൊണ്ട് സ്പർശിപ്പിക്കുന്നതും നാവിനെ കൊണ്ട് രുചിപ്പിക്കുന്നതും മൂക്കിനെ കൊണ്ട് മണപ്പിക്കുന്നതും കണ്ണിനെ കൊണ്ട് കാണിക്കുന്നതും ത്വക്കിനെ കൊണ്ട് സ്പർശിപ്പിക്കുന്നതും ഇതെല്ലാം തന്നെ പ്രകാശമാണ്. അപ്പോൾ ബാഹ്യവും കണ്ണിന് മാത്രം ഗോചരവുമായിരിക്കുന്ന ഈ വെളിച്ചമല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു വാക്കുകൊണ്ട് നാം ലക്ഷ്യം വയ്ക്കുന്നത് എന്താ? എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതായ ആ സർവതോമുഖമായ പ്രകാശം. ആ പ്രകാശം എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് പ്രഭ എന്ന് വേണമെങ്കിൽ പറയാം. എന്തു വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത്. വസ്തുക്കൾ 5 തരത്തിലാണ്. നമുക്ക് 5 ഇന്ദ്രിയങ്ങൾക്ക് 5 ഇന്ദ്രിയ വസ്തുക്കളാണ്. ആ 5 ഇന്ദ്രിയ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനോമേഖലയിൽ ചിന്തകൾ വരുമ്പോൾ ചിന്തകൾ, വികാരഭാവങ്ങൾ വരുമ്പോൾ വികാരഭാവങ്ങൾ, ആലോചന ഉദിക്കുമ്പോൾ അത്, സംശയമുണ്ടെങ്കിൽ അത്, അന്വേഷണമുണ്ടെങ്കിൽ അത്, ഉറങ്ങുന്നുണ്ടെങ്കിൽ അത്, മോഹാലസ്യമുണ്ടെങ്കിൽ അത്, സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത്, ഇങ്ങനെ എല്ലാറ്റിനെയും ഒരുപോലെ ഉണർത്തിത്തരുന്ന ആ സർവതോമുഖമായ ബാഹ്യാഭ്യന്തര പ്രകാശം. മനസ്സിലായോ? ഓ, അപ്പോൾ പ്രകാശം എന്ന് പറഞ്ഞാൽ ഈ വെളിച്ചാണെന്ന് നിങ്ങൾ ധരിക്കരുത്. പ്രകാശം എന്ന വാക്കിന് ആ വെറും വാക്കിൻ്റെ അർത്ഥമല്ല, അതുകൊണ്ട് സൂചിപ്പിക്കുന്ന ലക്ഷ്യാർത്ഥം മനസ്സിലാക്കണം. എന്ത് വസ്തുബോധത്തിലും വസ്തുവാണോ പ്രകാശിക്കുന്നത്, അതോ ആ വസ്തുപ്രതീതി ഉളവാക്കുന്ന താൻ തന്നെയോ? എൻ്റെ ചോദ്യം മുതിർന്നവരോടാണ് ചോദിക്കണേ കേട്ടോ. പ്രായപൂർത്തി വന്ന നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്തിനെ കാണുന്ന സമയത്തും ആ കാണപ്പെടുന്ന വസ്തുവാണോ എനിക്ക് പ്രകാശിതമാകുന്നത്, അതോ ആ വസ്തുവിൻ്റെ ഛായ ഉണ്ടാക്കി ആ ഛായയെ വെളിപ്പെടുത്തുന്നത് വഴി ഞാൻ എൻ്റെ ഛായയെ തന്നെ ഉണർത്തി തരികയാണോ? എന്താ ആരും മിണ്ടാത്തേ? എന്താ മിണ്ടാത്തേ നിങ്ങൾ? എനിക്ക് മേപ്പെട്ട് പോകാൻ പറ്റില്ല, മിണ്ടിയില്ലെങ്കിൽ അനങ്ങാൻ പറ്റില്ല. ഞാനൊരു ആനയെ കാണുന്ന സമയത്ത് ആ ആന എൻ്റെ ഉള്ളിൽ കടന്നു വരുന്നുണ്ടോ? പിന്നെ ഏത് ആനയാണ് ഞാൻ കാണുന്നത്? ആരാണ് എൻ്റെ ആന? ആന പുറത്താണ് നിൽക്കുന്നത്, ഞാനാണ് കണ്ടനുഭവിക്കുന്നത് എൻ്റെ ഉള്ളിൽ. അപ്പം എൻ്റെ ഉള്ളിൽ ആന കടന്നു വന്നിട്ടില്ല. അപ്പം പിന്നെ ഞാൻ കാണുന്ന ആന ഏതാ? ഒന്ന് പറയണപ്പാ നിങ്ങൾ. ഞാൻ കാണുന്ന ആന ഏതാ? ഞാൻ കാണുന്നത് വഴി കാണപ്പെടുന്ന ആനയ്ക്ക് വല്ല കുറവും വരുന്നുണ്ടോ? ഞാൻ എൻ്റെ ഉള്ളിലാണ് കാണുന്നത്, പുറത്തെ ആന എൻ്റെ അകത്തേക്ക് വന്നില്ല. അപ്പം ഞാൻ കാണുന്ന ആന ആനയാണോ, അതോ എൻ്റെ ഉള്ളുണർവ് തന്നെത്താനെ രചിക്കുന്ന ഒരു ആന പ്രതീതിയോ? കേൾക്കുന്നുണ്ടോ കൂട്ടരെ? ഒന്ന് പറയണപ്പാ. ആന പ്രതീതിയാണ് ഞാനും അനുഭവിക്കുന്നത്. വാട്ട് എവർ ഓബ്ജക്റ്റ് ഐ പെർസീവ് by means of whatever sensory organ, none of the objects ever enters my inside to become an object or subject of experience. Every object remains in its own place, in its own position, and I perceive it, I experience it. My experience is always what is within me, not what is outside me. ഞാൻ ഉദയസൂര്യനെ കാണുമ്പോൾ ഉദയസൂര്യൻ എൻ്റെ ഉള്ളിൽ നുഴഞ്ഞു കയറുന്നില്ല. എൻ്റെ മനസ്സ് ഉദയസൂര്യൻ എന്ന് പറയുന്ന ഒരു പ്രതിച്ഛായയോ പ്രതീതിയോ ഉണ്ടാക്കി ഞാൻ എൻ്റെ പ്രതീതിയെ അനുഭവിക്കുന്ന സമയത്ത് അത് ഞാൻ എന്നെ അനുഭവിക്കുന്നതോ ഞാനല്ലാത്ത മറ്റു വസ്തു എന്തെങ്കിലും നുഴഞ്ഞു കയറി അതിനെ അനുഭവിക്കുന്നതോ? കൂട്ടത്തിൽ അതുമുണ്ട്. നമുക്ക് പൊടിച്ചു അതൊരു താളമായിട്ട് കണക്കാക്കുക.
അപ്പം ഞാൻ എന്ത് വസ്തുവിനെ അനുഭവിക്കുന്ന സമയത്തും വസ്തുവിനെ അനുഭവിക്കുന്നില്ല. വസ്തുവെക്കുറിച്ച് നമ്മുടെ മനസ്സ്, നമ്മുടെ ഉണർവ് ഉണ്ടാക്കി തീർക്കുന്ന പ്രതീതിയാണ് അനുഭവിക്കുന്നത്. ഐ ആം ഓൾവേസ് എക്സ്പീരിയൻസിങ് മൈ ഓൺ വാസ്റ്റർ ആൻഡ് ഡൈവേഴ്സ് ഡയമെൻഷൻസ്. എൻ്റെ ശരീരത്തിലുള്ള ഉണർവിന് മൾട്ടി ഫേസറ്റഡ് ആണിത്. എൻ്റെ ശരീരത്തിലുള്ള ഉള്ളുണർവ് നിങ്ങൾ കാണുന്നില്ല, മണക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒന്നുമില്ലാത്തതാണെന്ന് വിചാരിക്കരുത്. പ്രചണ്ഡമായ ഈ പ്രപഞ്ചത്തിൻ്റെ നാനാവശങ്ങളെയും വെളിപ്പെടുത്തി തരുന്നത് നമ്മുടെ ഉള്ളാണ്. ടെലിസ്കോപ്പ് കൂടി മൈക്രോസ്കോപ്പ് കൂടി നോക്കുന്ന ശാസ്ത്രജ്ഞൻ, ആ ശാസ്ത്രജ്ഞൻ്റെ കണ്ണാണ് അതിലൂടെ നോക്കുന്നത്. കണ്ണ് ജഡമാണ്. ആ നോക്കി കാണുന്നതും ഛായകൾ ഉണ്ടാക്കുന്നതും ശാസ്ത്രജ്ഞൻ്റെ ഉള്ളിലുള്ള മനസ്സാണ്, ഉണർവ് മേഖലയാണ്. ടെലിസ്കോപ്പ് അല്ല അവിടെ പ്രവർത്തിക്കുന്നത്, വസ്തുക്കളല്ല പ്രവർത്തിക്കുന്നത്, ഉൾഛായകളാണ്. ആ ഉൾഛായ എൻ്റെ തന്നെ വികസിത രൂപമാണ്, എൻ്റെ തന്നെ ബഹുവിധ രൂപമാണ്. ഇങ്ങനെ എല്ലാറ്റിനെയും തന്നോട് അന്വയിച്ച് ഇങ്ങോട്ട് എടുക്കണം. ഞാൻ കാണുന്നത് മുഴുവൻ എൻ്റെ ഉള്ളിലാണ്. കാണപ്പെടുന്ന വസ്തു ഉള്ളിൽ നുഴഞ്ഞു കയറുന്നില്ല. എൻ്റെ തന്നെ മനസ്സ് കാണപ്പെടുന്ന വസ്തുവായി പരിണമിച്ച് ആ പരിണാമത്തെയാണ് ഞാൻ കാണുന്നത്. സമുദ്രത്തിൽ പൊന്തി വരുന്ന അലകൾ പോലെ, ബ്രേക്കേഴ്സ് പോലെ, ബോറ് പോലെ എൻ്റെ മനസ്സ് തന്നെ ഉദിച്ച് പലതുമായി തീരണു. ആ ആയിത്തീരുന്നതിൽ മനസ്സ് എന്ന് പറയുന്ന മനസ്ത്വമല്ലാതെ വേറെ ഒന്നുമില്ല, മനസ്സ് മാത്രമേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്ന ചിന്തകളിൽ മനസ്സ് മാത്രമാണ് അവിടെ ചിന്തയായി തോന്നിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തായി? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും എൻ്റെ ഉൾപ്രതീതിയാണ് എന്ന് വരുമ്പോൾ ഈ പ്രപഞ്ചങ്ങളെ മുഴുവൻ അതിജീവിച്ച് നിൽക്കുന്നവനാണ് ഞാൻ എന്ന തീരുമാനത്തിലേക്ക് നമുക്ക് എത്തിക്കൂടെ? ഞാൻ അങ്ങോട്ട് വരണോപ്പാ, എത്തിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നിന്ന് മറുപടി പറയണം. ശാസ്ത്രജ്ഞൻ മറുപടി പറയുന്ന മാതിരി ഞാൻ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ദീർഘവിസ്താര വൈവിധ്യങ്ങളോടുകൂടി പ്രതീതികളായി അങ്ങനെ പൊന്തിക്കിടക്കണു ഞാൻ അനുഭവിക്കണു എന്ന് വരുമ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലാവണത്? എൻ്റെ പരമത്വം എനിക്ക് മനസ്സിലാവണു. എന്നെ അതിശയിക്കുന്ന യാതൊന്നും ഈ ലോകത്തിലില്ല. കാണുന്നത് മുഴുവൻ അതിനെ ഞാൻ അതിശയിക്കണു എന്നല്ലാതെ എന്നെ അതിശയിക്കുന്ന ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നൊരു പൂർണ്ണ ബോധ്യം നമ്മുടെ മനസ്സിൽ വരികയാണ്. ഞാനാണ് ഇവിടെ പരമം. ഈ പ്രപഞ്ചത്തെ നോക്കി കാണുമ്പോൾ എൻ്റെ തന്നെ ഉൾവിസ്താരമാണ് എനിക്ക് അനുഭവത്തിൽ വരുന്നത്. എൻ്റെ ഉള്ളാഴമാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ഞാൻ അനുഭവിക്കുന്നത് മുഴുവൻ എൻ്റെ ഉള്ളിനെ മാത്രം. ഉള്ളനുഭവമല്ലാതെ പുറമനുഭവം എനിക്കില്ല. ആ ഉള്ളിലാണ് പ്രപഞ്ചം. ആ ഉള്ളായിത്തീരുന്നതാണ് പ്രപഞ്ചമായിത്തീരുന്നതാണ് എൻ്റെ ഉള്ള്. അപ്പം എൻ്റെ തന്നെ വികസിത രൂപമാണ് ഈ കാണുന്നത് മുഴുവനും. അപ്പം ഞാനാണ് പരമം, ബാക്കിയുള്ളതെല്ലാം നിസ്സാരം. എല്ലാറ്റിൻ്റെയും മിഥ്യാത്വം നമുക്ക് മനസ്സിലാവണു. എന്തുകൊണ്ട് മിഥ്യാത്വം? ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ആനയോ ഒരു കുതിരയോ ഒരു സൂര്യനോ ഒരു ചന്ദ്രനോ ഒക്കെ നുഴഞ്ഞങ്ങോട്ട് വരിക സാധ്യമല്ല. എന്നാൽ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ഇത് മുഴുവൻ ഞാൻ അനുഭവിക്കുന്നത്. ദേഹാന്തർഗതമായിരിക്കുന്ന മനസ്സും ഉള്ളുണർവും അതിസൂക്ഷ്മമാണ്. എന്നാൽ കാണുന്ന വസ്തുക്കളെയെല്ലാം സ്ഥൂലങ്ങളായി ഞാൻ കാണുന്നു. സ്ഥൂല വസ്തുക്കൾ എങ്ങനെയാ സൂക്ഷ്മകോശത്തിൽ ഉണ്ടാവുക? എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു പർവ്വതം ജനിക്കുമോ? പർവ്വതം ഉണ്ടാകുമോ? ഉണ്ടായാൽ ശരീരം പൊട്ടിപ്പോവില്ലേ? അപ്പോൾ എൻ്റെ മനസ്സ് 3 ഡയമെൻഷണൽ എൻറ്റിറ്റീസിനെ ഉണ്ടാക്കി തീർക്കുന്നത് മുഴുവൻ വാസ്തവത്തിൽ 3 ഡയമെൻഷൻ ഉള്ള ഫിസിക്കൽ, ഭൗതികമോ ഗ്രോസോ സ്ഥൂലമോ ആയിട്ടുള്ള വസ്തുക്കളല്ല. എൻ്റെ ഉള്ളിലുള്ള പ്രതീതി രൂപത്തിലുള്ളവയാണവ. ഞാൻ കൽപ്പിച്ചു കൊടുക്കുന്ന സ്ഥൂലത ഈ പ്രപഞ്ചത്തിനോ വസ്തുക്കൾക്കോ ഇല്ല. എല്ലാം എൻ്റെ അനുഭവത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് എന്നുള്ള മിഥ്യാത്വം നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും. ഞാൻ ഒന്നിലും അകപ്പെടുന്നില്ല. എന്തെല്ലാം വസ്തുക്കളെ നോക്കിക്കണ്ടാലും ഗ്രഹിച്ചാലും പ്രതീതികൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായാലും അതെല്ലാം മാച്ചു കളഞ്ഞ് പ്രതിദിനം ഞാൻ കിടന്നുറങ്ങണു. ഒന്നും അറിയാത്തതുപോലെ സുഖിയായിട്ട് കിടന്നുറങ്ങണു. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു സാധനവും ഒരു വ്യവഹാരത്തിൻ്റെ പരിണത ഫലവും
എന്നെ അകപ്പെടുത്തേ ഉൾപ്പെടുത്തേ എന്നെ അന്യാധീനപ്പെടുത്തേ ചെയ്യില്ല. ഞാൻ സ്വതന്ത്രനാണ്, സ്വച്ഛനാണ്, നിരപേക്ഷനാണ്. എന്നെ ബാധിക്കുന്നത് യാതൊന്നും ഈ ലോകത്തിലില്ല. എല്ലാറ്റിനെയും അതിശയിച്ച് പരിലസിക്കുന്നവനാണ് ഞാൻ. എല്ലാറ്റിനെയും അതിശയിച്ച് പരിലസിക്കുന്നവനാണ്. പഞ്ചഭൂതമാകെ ജഡം 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 ജഡം. ആ ജഡത്തെ പ്രകാശിപ്പിച്ച് സ്വാനുഭവമാക്കി തീർക്കുന്നത് ഞാനാണ്. പാഞ്ചഭൗതിക പ്രപഞ്ചം മുഴുവനും ജഡം. അതിന് ഒരു ശക്തിയുമില്ല, ഒന്നുമില്ല. ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഞാനാണ് കാറുണ്ടാക്കിയത്, ഞാനാണ് ചക്രമുണ്ടാക്കിയത്, ഞാനാണ് സ്റ്റിയറിംഗ് ഉണ്ടാക്കിയതാണ്, ഞാനാണ് കമ്പസ്റ്റിനുള്ള ഏർപ്പാട് ചെയ്തത്. ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് എന്നിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഇതൊന്നും ഈ ഇരുമ്പിനോ റബ്ബറിനോ ചെയ്യാൻ സാധിക്കുന്ന വേലയല്ല. ചേതനാമയനായിരിക്കുന്ന ഞാൻ എൻ്റെ മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള കൈവേലയാണ് ഈ കാണുന്നത് മുഴുവനും. ഞാനാണ് മേലെ, ലോകവസ്തുക്കളല്ല. അല്ല അല്ല അല്ല. ഈ ലോകത്തിൽ എനിക്ക് ആഗ്രഹിക്കാൻ തക്കതായിട്ടൊന്നുമില്ല. ഈപ്സിതങ്ങൾ യാതൊന്നും ഈ ലോകത്തിലില്ല. എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ അത് ഞാൻ രചിക്കുന്നു, എനിക്ക് സന്താപമുണ്ടെങ്കിൽ അതും ഞാൻ രചിക്കുന്നതാണ്. സന്തോഷ സന്താപങ്ങളെ ഒരുപോലെ വിസ്മരിച്ച് ഞാൻ കിടന്നുറങ്ങുന്നു. ഇവയെ ഉണ്ടാക്കുന്നത് പോലെ ഇല്ലാതെയാക്കാനുമുള്ള ശക്തി എനിക്കുണ്ട്. ഈ വസ്തുക്കളുടെ കോലാട്ടം മുഴുവനും ഞാൻ ഉണർന്നിരിക്കുമ്പോഴാണ്. ഞാൻ കിടന്നുറങ്ങിയാൽ ലോകമില്ല, പ്രപഞ്ചമില്ല, ഈശ്വരനില്ല, ഒന്നുമില്ല, പോക്കില്ല, വരവില്ല, ജന്മമില്ല, മരണമില്ല, ബന്ധനമില്ല, മോക്ഷമില്ല. അങ്ങനെ എല്ലാറ്റിനെയും അതിശയിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് സ്വതന്ത്രനായി പരിലസിക്കുന്ന ഉൾപ്രഭാവമാണ്, പരമസത്യമാണ് ഞാൻ എന്നൊരു ബോധ്യം നമുക്ക് വരാതെ കഴിയില്ല. നാം പലതും കാണുന്നു. അതിൽ ജനനങ്ങൾ പെടും, മരണങ്ങൾ പെടും, എന്തെല്ലാമോ കാണുന്നു. ആ കണ്ടതൊക്കെ കണ്ടാലും അതിലൊന്നും നാം അകപ്പെടുന്നില്ല. എല്ലാറ്റിനെയും അതിജീവിച്ച് എല്ലാറ്റിനെയും വിസ്മൃതപ്രായമായി നാം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഉൾസ്വരൂപം. ഇതാണ് നിജസ്വരൂപം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മുടെ ഹിന്ദുധർമ്മത്തിലെ ചാതുർവർണ്ണ്യ ധർമ്മത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നത്തെ കാലത്ത് ആർക്ക് എന്ത് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായു തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന്. ഏതാണ്ട് അതാണ് ചാതുർവർണ്ണ്യത്തിനെ പറ്റി പറയുന്നത്. പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്ന സ്ഥലത്ത് എന്താണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചാതുർവർണ്ണ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ശാസ്ത്രത്തിലും സ്മൃതി ഗ്രന്ഥത്തിലും ഭഗവത്ഗീതയിലുമൊക്കെയാണ്. ഭഗവത്ഗീതയിൽ ജാതി ഡിസ്കഷൻ ഇല്ല. നമുക്ക് എല്ലാം കൂടി ജാതി എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? ജാതി കുറേ അധികമുണ്ട് ഇവിടെ. ഒരു കണക്ക് നോക്കിയപ്പോൾ 3000 ജാതികളും 30,000 ഉപജാതികളുമാണ് ഇവിടെ. ചാതുർവർണ്ണ്യം എന്ന് പറയുമ്പോൾ 4 എണ്ണേ ഉള്ളൂ. ആ 4-നും ഈ 3000-നും 30,000-നും തമ്മിൽ എന്താണ് ബന്ധം? ജാതി എന്നൊരു ചോദ്യം വരുന്നില്ല. എവിടെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ? ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ മനസ്സും ബുദ്ധിയും കൂടിയതാണ് ഉൾവ്യക്തിത്വം. ആ ഉൾവ്യക്തിത്വത്തിൽ നിന്ന് നിർഗളിക്കുന്ന പ്രേരണകളുണ്ടല്ലോ, വാസനാബലങ്ങൾ. ആ വാസനാബലങ്ങളെ 4 ആക്കി തിരിച്ചിട്ടുണ്ട് പ്രകൃതി. നമ്മുടെ ശരീരത്തിൽ രക്തമുള്ളതിന് ബ്ലഡ് ഗ്രൂപ്പ് 4 പോലെ മനസ്സും ബുദ്ധിയും കൂടിയിട്ടുള്ള പ്രകൃതി വിശേഷങ്ങളെ 4 ആയി തരംതിരിച്ചിരിക്കുന്നു നമ്മുടെ ശാസ്ത്രം. പ്രകൃതി നിശ്ചയിച്ച് തന്നിട്ടുള്ളതാണത്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പുരുഷ സ്ത്രീ ഭേദങ്ങൾ പോലെ, ബ്ലഡ് ഗ്രൂപ്പ് പോലെ, മനുഷ്യൻ്റെ നിറവിശേഷങ്ങൾ പോലെ മനോബുദ്ധി വിശേഷങ്ങളാണ് ഈ ചാതുർവർണ്ണ്യം. അതിനെ 4 ആയി തിരിച്ചിരിക്കുന്നു. 40 ആക്കാം, 4000 ആക്കാം, 4 ലക്ഷം ആക്കാം. നിങ്ങൾ ആവശ്യം പോലെയൊക്കെ ചെയ്യാം. നമ്മൾ തിരിച്ചിട്ടുള്ളത് 4 വകുപ്പാണ്. ഒന്ന് സത്വഗുണപ്രധാനം, പിന്നെ ഒന്ന് രജോ ഗുണപ്രധാനം, ഒന്ന് തമോ ഗുണപ്രധാനം, പിന്നെ ഒന്ന് രജസ്സും തമസ്സിന് പ്രാധാന്യം, പിന്നെ ഒന്ന് തമസ്സിനും രജസ്സിനും പ്രാധാന്യം. ഇങ്ങനെയുള്ള 4 എണ്ണമാണ്. അത് പ്രകൃതി നിശ്ചയിച്ച് തന്നിട്ടുള്ളതാ. നമുക്കതിലൊന്നും തന്നെ പറയാൻ പറ്റില്ല. ആ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നതിനെക്കുറിച്ച് നിഷ്പക്ഷമായി ശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ചിന്തിച്ച് കാര്യം മനസ്സിലാക്കുന്നതാണ് നമുക്ക് ആവശ്യം. ഇവിടെ 3000-ഉം 30,000-ഉം ജാതിയും ഉപജാതിയും എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ തൊഴിലും കണക്കാക്കി ആ തൊഴിലിനൊരു ജാതി പേരിട്ട് സെൻസസിലെ കാനേശുമാരി കണക്കിൽ എഴുതി ചേർത്തതാണ്.
ഈ എഴുതി ചേർത്തതിൽ ബ്രിട്ടീഷുകാർക്ക് കാര്യമായിട്ടൊരു പങ്കുണ്ട്. ബ്രിട്ടീഷുകാർക്ക് കാര്യമായൊരു പങ്കുണ്ട്. മിഡിൽട്ടൺ എന്ന് പറഞ്ഞ ഒരു സൂപ്രണ്ട് ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് കാലത്ത്. ആ സൂപ്രണ്ട് ആ സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് എഴുതിയിട്ടുള്ള ഒരു കുറിപ്പിൻ്റെ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട്. The British government was almost universally criticized for not taking active steps to weaken the caste system. Some British historians, journalists and professors sometimes even recommended the keeping alive of the caste division as a lever to safeguard the British domination. It may be doubted if the existence of caste is on the whole unfavorable to the permanence of our rule. മിഡിൽട്ടൺ ബ്രിട്ടീഷുകാർക്ക് എഴുതാണ് അവർ റൂൾ എന്ന് പറയുമ്പോൾ അവരുടെ റൂൾന്ന്, അവരുടെ ഭരണം. It may even be considered favorable to it, provided we act with prudence and forbearance. Its spirit is opposed to national union, remarked James Kerr. ഞാൻ ഈ സദസ്സിനോട് എന്തിനാ പറയണത്? വളരെ വിശേഷപ്പെട്ട ശാസ്ത്ര മാനദണ്ഡങ്ങൾ മുഴുവനും ഒന്നും അറിയാതെ എന്തോ മാതിരി തട്ടിത്തിരിച്ച് പോവുക. വർണ്ണം എന്നുള്ള വാക്കിന് നിറം എന്നാണ് അർത്ഥം. ഒരു മരത്തിൻ്റെ തടിയുടെ നിറം, ഇലയുടെ ആകൃതി നിറത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ തൊലിയുടെ നിറം, അതിലെന്തെങ്കിലും പേടുകളുണ്ടെങ്കിൽ അത് മുഴുവനും, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് ഓരല, ഇത് മൂവല, ഇത് പാതിരി, ഇത് പലകപ്പയ്യാനി, ഇത് മുഞ്ഞ, ഇത് ഞെരിഞ്ഞൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് കണ്ടുകൊണ്ട് പറയുകയാണ്. അപ്പോൾ വർണ്ണത്തിൽ നിന്നുണ്ടാവുന്ന ഒരു ശാസ്ത്രമാണ് വർണ്ണ്യം എന്ന് പറയുന്നത്. അതിൽ കണ്ണിന് കാണാവുന്ന നിറങ്ങളെപ്പറ്റി ശാസ്ത്രം പറയേണ്ട, നമുക്കറിയാം. പിന്നെ ശാസ്ത്രം പറയുന്ന നിറം മനസ്സിൻ്റെയും ബുദ്ധിയുടെയും നിറമാണ്. നമുക്ക് എല്ലാവർക്കും ഒരേ മനസ്സും ഒരേ ബുദ്ധിയുമാണ് ഒരു തരത്തിൽ. പക്ഷേ ആ മനോബുദ്ധികൾ രണ്ടും കൂടി 4 തരത്തിലുള്ള ടെൻഡൻസീസ് ഉണ്ടാക്കി തീർക്കണു വാസനാബലങ്ങൾ. ആ 4 തരത്തിൽ, ഒന്ന് ബ്രഹ്മസ്വഭാവം, ഒന്ന് ക്ഷാത്രസ്വഭാവം, ഒന്ന് വൈശ്യസ്വഭാവം, ഒന്ന് ശൂദ്രസ്വഭാവം. ഇതൊരാളുടെ ജന്മത്തെ ആശ്രയിച്ചിരിക്കുന്നതേ അല്ല. ആ ആൾ ജീവിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുമ്പോൾ ആ ജീവിതത്തിലും പ്രവർത്തനത്തിലുമുള്ള വാസനാബലം കണ്ട് മനസ്സിലാക്കി നമുക്ക് ഗ്രഹിക്കാമെന്നേ ഉള്ളൂ. ഒരു കുട്ടി ജനിച്ചിട്ട് ഇന്നതിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ കുട്ടി മുതിർന്ന് പ്രകടമാവുമ്പോൾ മാത്രമേ നമുക്ക് തിരിക്കാൻ പറ്റുള്ളൂ. അത് അവരവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന ആൾ ബ്രാഹ്മണനാണ്, ഇന്ന ആൾ ക്ഷാത്ര സ്വഭാവിയാണെന്ന് പറഞ്ഞു നടക്കാനല്ല. അവനവൻ ഏത് ഗ്രൂപ്പിൽ പെടും എന്ന് മനസ്സിലാക്കി ഒരു ഗ്രൂപ്പിൽ നിന്ന് വേറെ ഒരു ഗ്രൂപ്പിലേക്ക് ഉണർന്നു പോകാനുള്ള, ഉയരണമെങ്കിൽ അതിനുള്ള വഴി പറഞ്ഞു തരികയാണ്. ഇപ്പോൾ ക്ഷാത്രസ്വഭാവമുള്ളവർ ബ്രഹ്മസ്വഭാവത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിലോ, ബ്രഹ്മസ്വഭാവത്തിലുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാം ഉണ്ടോ ആ ലക്ഷണങ്ങൾ അഭ്യസിക്കാൻ തുടങ്ങിയാൽ കുറേശ്ശെയായിട്ട് ക്ഷാത്രസ്വഭാവി ബ്രഹ്മസ്വഭാവിയാവും. അങ്ങനെ അവനവനെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ നിർവചനം. അല്ലാതെ ബാക്കിയുള്ളവരെ തരംതിരിക്കാനോ കണ്ടുപിടിച്ച് താൻ ഇതാടോ എന്ന് പറയാനോ അല്ല. അത് സാധ്യവുമല്ല. ശാസ്ത്ര വിഷയങ്ങളൊക്കെ സ്വസംവേദ്യം നതു പരപ്രത്യക്ഷം എന്ന് വ്യക്തമായി പറയുന്നു. അവരവർക്ക് മാത്രമേ അനുഭവപ്പെടൂ, ബാക്കിയുള്ളവർക്ക് അനുഭവപ്പെടില്ല എന്ന്. There were other minor causes which kept alive the consciousness of caste. Mr. Middleton, one of the superintendents of census operations of 1921, made significant remarks about the effects of the British administration on caste in the Punjab. He observed, "I had intended pointing out that there is a very wide revolt against the classification of occupational castes, that these castes have been largely manufactured and always entirely preserved as separate castes by the British government. Our land records and official documents have added iron bonds to the old rigidity of caste. We pigeonholed everyone by caste, and if we could not find a true caste for them, labeled them with the name of a hereditary occupation. We deplore the caste system and its effects on social and economic problems, but we are largely responsible for the system we deplore." ഈ മാതിരിയുള്ള പരിഗണനയെ നാം വളരെയധികം ദുഷിക്കുന്നുണ്ടെങ്കിലും
നാം ദുഷിക്കുന്ന ഈ വ്യവസ്ഥകൾക്ക് നാം തന്നെയാണ് ഉത്തരവാദിയെന്ന് മിഡിൽട്ടൺ ബ്രിട്ടീഷുകാർക്ക് എഴുതുന്നു. Left to themselves, such castes as Sonar and Lohar would rapidly disappear. Government's passion for labels and PGL souls has led to a crystallization of the caste system. ഇത് മാത്രമല്ല പറയുന്നത്, നാം ബുദ്ധിപൂർവം ഈ കാസ്റ്റ് സിസ്റ്റത്തിനെ കൈകാര്യം ചെയ്യുന്ന പക്ഷം ഇതിനെ കൊണ്ടുപോയി വിഭജിച്ച് നാം ഉദ്ദേശിക്കുന്ന മാതിരി ഇന്ത്യ രാജ്യത്തെ ഒരു അടിമയാക്കി നിർത്താൻ നമുക്ക് സാധിക്കുന്നു. അതുവരെ എഴുതണു അദ്ദേഹം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ വേണ്ടത് പറയണോ വേണ്ടാത്തത് പറയണോ? എനിക്കിതൊക്കെ കാണുമ്പോൾ മനസ്സിന് വളരെയധികം സങ്കടം തോന്നുകയാണ്. കാര്യങ്ങൾ എവിടെ കിടക്കണു, പറച്ചിൽ എവിടെ കിടക്കണു എന്ന്. ആർക്ക് എന്ത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പറയാമെന്നാ. അന്ന് അദ്ദേഹം കാനേഷുമാരി കണക്ക് എടുക്കുന്ന സമയത്ത് ജനങ്ങൾ അതിനെ എതിർത്തിരുന്നു എന്നാണ് പറയണത്. അദ്ദേഹം തനിക്ക് എന്താണോ ജോലി, ആ ജോലിയെ കണക്കാക്കി ഒരു കാസ്റ്റ് അങ്ങോട്ട് എഴുതിയുണ്ടാക്കി. എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കാനേഷുമാരി കണക്കിൽ ഒരൊറ്റ ആളുടെ ജാതി കുറിക്കരുത്, മതം കുറിക്കരുത് എന്നാ. പാടില്ല. ഒരു കുട്ടിയും ജനിക്കണത് ഒരു ജാതിയായിട്ടല്ല, ഒരു മതവുമായിട്ടല്ല. പാഞ്ചഭൗതികമായ ശരീരത്തിൽ നിന്ന് പാഞ്ചഭൗതികമായ ഒരു ഉണ്ണി ഉണ്ടായി, ഇത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഉണ്ണിയെ ഇന്നതാണെന്ന് പറയാൻ നമ്മളാരാത് പറയാൻ? ഒരാൾ ഇന്നതാണെന്ന്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഉണർവിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ഉണർവ് എല്ലാറ്റിലും ഒരുപോലെയാണ്. ലോകത്തിനെ മുഴുവൻ അതിശയിച്ച്, ലോകത്തെ മുഴുവൻ ഉൾക്കൊണ്ട് താൻ മാത്രമായി പ്രശോഭിക്കുന്ന ഒരു ഉൾപ്രകാശം, ഒരു ഉള്ളുണർവ്, ഒരു ഉൾപ്രഭാപൂരമാണ് നമ്മൾ. അങ്ങനെ ഇരിക്കെ നമ്മൾക്ക് എവിടെ വ്യത്യാസങ്ങൾ? നമ്മുടെ ശരീരത്തിൻ്റെ നിറങ്ങളും ബ്ലഡ് ഗ്രൂപ്പും നിങ്ങൾക്കറിയാം. മാക്സിമം നമുക്ക് പറയാനുള്ളത് എന്താ? മനുഷ്യരുടെ സ്വഭാവ വിശേഷങ്ങളിൽ വ്യത്യാസമുണ്ടെന്ന്. ആ സ്വഭാവ വിശേഷങ്ങളെ 4ആയി തിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് താൻ ഏത് ഗ്രൂപ്പിൽ പെട്ടതാണെന്ന് സ്വയം കണ്ടുപിടിക്കൂ. വേണ്ടി വന്നാൽ മറ്റുള്ളവരുടെ സഹായം തേടിക്കൊള്ളൂ, അറിവുള്ളവരെ ശാസ്ത്രജ്ഞന്മാരോട്. എന്നിട്ട് തനിക്ക് ഏത് വേണമോ അതിലേക്ക് പോകാനുള്ള ലക്ഷണങ്ങൾ അഭ്യസിച്ചു തുടങ്ങിയാൽ 10-12 കൊല്ലം കൊണ്ട് സ്വഭാവം മാറാം എന്നുള്ളൊരു ഉദ്ദേശത്തിന് മാത്രം വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രം, വേറെ ഒന്നിനുമല്ല. നമ്മുടെ ജാതി ചിന്തകളെ ഉപയോഗിച്ച് ജനതയെ വിഭജിച്ച് നിർത്തുക. അങ്ങനെ വിഭജിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഈ അടിമരാജ്യമായി നമുക്ക് ഭരിക്കാൻ സാധിക്കും, സൗകര്യമുണ്ടാവും. ഇതാണ് പറഞ്ഞു വച്ചത്. ബ്രിട്ടീഷുകാർ പോയി, നമ്മൾ സ്വതന്ത്രരായി. ഇപ്പോഴും നമ്മൾ ഈ കാസ്റ്റും ഈ മതവും വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണം നടക്കുന്നത്. ഒരാളെ ഇലക്ഷന് നിർത്തണമെങ്കിൽ അയാൾ ഏത് വകുപ്പിൽ ചേർന്നവനാണെന്ന് നമ്മളല്ല പറയുന്നത്, രാഷ്ട്രീയക്കാരാണ് പറയുന്നത്, പ്രജകളല്ല. എന്താ ഈ കാണുന്ന അസംബന്ധം? നിങ്ങളൊന്ന് പറയൂ, എന്താണിത് കാര്യമെന്ന്? ശാസ്ത്രങ്ങളെടുത്ത് വായിക്കണം, മനസ്സിലാക്കണം, അത് അറിയുന്നവരോട് ചോദിക്കണം. ഇവിടെ ജാതിയെന്നും ജാതി വ്യത്യാസം എന്നും ഒന്നും ഉണ്ടോ ചോദിച്ചാൽ ഇല്ല, ഒരിക്കലും ഇല്ല. ഇവിടെ ക്രിസ്ത്യാനിയുടെ രക്തം ഹിന്ദുവിന് കുത്തുവയ്ക്കാം, 2 പേരുടെയും രക്തം മുസൽമാന് കുത്തുവയ്ക്കാം. രക്തം കുത്തുവയ്ക്കാമെന്നുണ്ടെങ്കിൽ മനസ്സിലെ നന്മയും തിന്മയും അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നൂടെ? എവിടെയാണ് വ്യത്യാസം? നിങ്ങളൊന്ന് പറയും. ശരീരത്തിലുള്ള രക്തം മാറി മാറി നമുക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ മനസ്സിലെ ഗുണമൂല്യങ്ങളും ദോഷമൂല്യങ്ങളും മാറി മാറി നമുക്ക് അഭ്യസിച്ച് അങ്ങോട്ട് കൊടുക്കാമല്ലോ. അങ്ങനെയല്ലേ ജനങ്ങൾ ഒരു പാർട്ടി വിട്ട് വേറൊരു പാർട്ടിക്ക് പോണത്? ഇന്നലെ വരെ എക്സ് ആയിരുന്ന പാർട്ടിയിൽപ്പെട്ടവൻ ഇന്ന് വൈ ആയി തീരണു. ഇങ്ങനെ പല മാറ്റങ്ങളും വരുന്നുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഇത് മുഴുവനും നമ്മുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും അഭിരുചി അനുസരിച്ച് ഉണ്ടാക്കി തീർക്കുന്ന വ്യത്യാസങ്ങളാണ്. നമ്മുടെ ശാസ്ത്രത്തിൽ ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ഞാൻ 1,00,000 മുഖം കൊണ്ട് ഘോഷിക്കുന്നു ഇവിടെ. ആർക്ക് സംശയമുണ്ടോ, ചോദ്യമുണ്ടോ, അങ്ങോട്ട് വരട്ടെ. 4 വർണ്ണത്തിനെക്കുറിച്ചേ ശാസ്ത്രത്തിൽ പറയുന്നുള്ളൂ. നമുക്ക് എവിടെയാ 37,000 ജാതി ഇവിടെ ഉണ്ടായത്? 4-നെതിരെ 37,000 ആരാ ഉണ്ടാക്കിയത്? കൃഷ്ണൻ ഉണ്ടാക്കിയോ? മനുസ്മൃതിയിലത്തെ മനു ഉണ്ടാക്കിയോ? അവരൊരു ശാസ്ത്രം എഴുതി വച്ചിട്ടേ ഉള്ളൂ. ആരാ അത് മുഴുവൻ ഉണ്ടാക്കിയത്?
ഇന്നും നമ്മുടെ സെൻസസ് റെക്കോർഡിൽ 30,000 അല്ല, അതിലും കൂടുതൽ ജാതികൾ ഇവിടെ ഉണ്ട്. അതൊക്കെ പെറുക്കി വെച്ച് സൂക്ഷിച്ച് ഞങ്ങൾ പുറത്തേക്ക് വിടുന്ന് പറയാൻ ആരാ ഇത് പെറുക്കിയെടുക്കാൻ പറഞ്ഞത്? സർക്കാർ തീരുമാനിക്കട്ടെ യുനാനിമസായിട്ട്. അടുത്ത കാനേഷുമാരി കണക്ക് മുതൽ അല്ലെങ്കിൽ പുതിയൊരു കാനേഷുമാരി കണക്ക് നമ്മൾ ഉണ്ടാക്കും. ആ കണക്കിൽ ഒരാളുടെയും ജാതിയോ മതമോ ഞങ്ങൾ എഴുതില്ല. അവരുടെ വരായ വേണമെങ്കിൽ കണക്കാക്കിക്കോളൂ, വിദ്യാഭ്യാസം വേണമെങ്കിൽ കണക്കാക്കിക്കോളൂ, കുടുംബ വിവരങ്ങൾ കണക്കാക്കിക്കോളൂ, എത്രത്തോളം ആദായമുണ്ട്, എവിടെയൊക്കെയാണ് ജോലി, അതൊക്കെ എഴുതി വെച്ചോളൂ. ഒരാളുടെ ജാതി കുറിക്കാൻ ഒരവകാശവും മനുഷ്യജന്മം നൽകുന്നില്ല. ഇല്ല. ഞാൻ ഇന്ന ജാതിയിലാണ് പെട്ടതെന്ന് പറയാൻ വേറൊരാളാരാ? അയാൾക്ക് എന്ത് അധികാരമുണ്ടതിന്? ഒരു കുട്ടി ഒന്നും അറിയാതെ ജനിക്കണു. ആ കുട്ടിയെ ജനിക്കുന്ന സമയത്ത് നമ്മളാരാ മുദ്ര കുത്താൻ? അപ്പോൾ ഈ ഒരു വലിയ ചോദ്യമാണ്. മനുഷ്യർ മൂഢന്മാരാ. മൂഢതയാണ് നമ്മളെ ആവരണം ചെയ്ത് നിൽക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഉള്ളുണർവ് മാത്രമാണ് ഈ പ്രപഞ്ചമെന്ന് ആരെങ്കിലും ബോധിക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? മൂഢത്വം കൊണ്ട്. അതാണ് ഞാനിവിടെ പറയാൻ ആവശ്യപ്പെടുന്നത്. പ്രകാശമാണ് എൻ്റെ സ്വരൂപം. അങ്ങനെ പ്രകാശസ്വരൂപമായിരിക്കുന്ന ഞാൻ എന്താണ് എനിക്ക് ഇന്ന ജാതി ഇന്ന മതം എന്നൊക്കെ പറഞ്ഞ് എന്നെ മുദ്ര കുത്തേണ്ട ആവശ്യം എന്ത്? ഒരാവശ്യവുമില്ല. നമ്മുടെ ഉള്ളിലെല്ലാം കൂടിയിട്ട് ഒന്നേ ഉള്ളൂ, ഒരൊറ്റ പൊരുളേ ഉള്ളൂ. ആ പൊരുൾ ഇങ്ങനെ വിഭജിക്കാൻ അനുവാദം തരുന്നതല്ല, അനുവദിക്കുന്നതല്ല. ഇത് നിങ്ങളെല്ലാവരും നല്ല പോലെ മനസ്സിലാക്കണം. പ്രകാശോ മേ നിജം രൂപം നാതിരിക്തോസ്മ്യഹം തതഃ യദാ പ്രകാശതേ വിശ്വം തദാഹം ഭാസയേവ ഹി. എന്തിനാ ഞാൻ ഈ ചാതുർവർണ്ണ്യത്തെപ്പറ്റി പറഞ്ഞത്? നമ്മുടെ ഉള്ളിലെല്ലാം കൂടി സർവപ്രകാശകമായ ഒരു ഉണർവ് മാത്രമേ ഉള്ളൂ. അതാണ് എല്ലാവരും എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ തൊട്ടടുത്ത് കൊണ്ട് നിർത്താൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ ജാതിവാദവും മതവാദവും ഒക്കെ എങ്ങനെയാണ് കൊണ്ട് നിർത്താൻ പറ്റുക? ഇതാണ് ഭാരതത്തിലെ ഭാരതീയ ധർമ്മം എന്ന് പറയുന്നത്. മത്തോ വിനിർഗതം വിശ്വം മയ്യേവ ലയമേഷ്യതി മൃതികുംഭോ ജലേ വീജിഹി കനകേ കടകം യഥാ. മത്തോ വിനിർഗതം വിശ്വം മയ്യേവ ലയമേഷ്യതി മൃതികുംഭോ ജലേ വീജിഹി കനകേ കടകം യഥാ. മത്തോ വിനിർഗതം വിശ്വം. പറയട്ടെ, കേൾക്കോ, ഉൾക്കൊള്ളോ? മത്തഃ എന്നിൽ നിന്ന്, വിനിർഗതം വിശ്വം എന്നിൽ നിന്നാണ് ഈ വിശ്വം വിനിർഗമിച്ചിട്ടുള്ളത്. കിടന്നുറങ്ങുന്നവൻ ഉണർന്നു. അവന് വിശ്വമല്ല ഉണർത്തിയത്, അവൻ സ്വയം ഉണർന്നതാണ്. ഉറങ്ങാനും ഉണരാനും രണ്ടിനുമുള്ള ഒരു പൊട്ടൻഷ്യൽ, ഒരു സ്വന്തമായ ഒരു ശക്തി ആ ജീവനുണ്ട്, ഉണർവിനുണ്ട്. കുറേ കാലം, കുറേ മണിക്കൂറുകൾ അത് ഉണർന്നിരുന്നു, ജാഗ്രത അവസ്ഥയിലിരുന്നു. അത് കഴിഞ്ഞ് ശരീരത്തിന് വ്യവഹാരം കൊണ്ട് ക്ഷീണമായി. ആ ക്ഷീണമായപ്പോൾ കിടന്നുറങ്ങണം തോന്നി. അവൻ സ്വന്തമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഉറങ്ങിക്കഴിഞ്ഞ് ആരും വിളിച്ചില്ലെങ്കിലും ഉറക്കം കഴിഞ്ഞ് ശരീരത്തിൻ്റെ ക്ഷീണം തീർന്നാൽ അവൻ സ്വയം ഉണരും. അങ്ങനെ ഉണരുന്നതും ഉറങ്ങുന്നതും ഓരോ വ്യക്തിയും സ്വഗതമായി ചെയ്യുന്നതാണ്. ആ ചെയ്യുന്നതിൽ പുറം ഘടകങ്ങൾക്ക് ഒരു സ്വാധീനവുമില്ല, ഒരു ബന്ധവുമില്ല. ഞാൻ ഉറങ്ങുന്നവൻ അതിനാൽ ഉറങ്ങുന്നു, ഞാൻ ഉണരുന്നവൻ അതിനാൽ ഉണർന്നു, ഞാൻ സ്വപ്നം കാണുന്നവൻ അതിനാൽ സ്വപ്നം കണ്ടു. അങ്ങനെ ഉണരുമ്പോഴാണ് എന്നിൽ നിന്ന് ഈ വിശ്വപ്രതീതി വികസിച്ച് വരുന്നത്. ഞാൻ കണ്ണു തുറന്നപ്പോൾ കണ്ടു.
കണ്ടു, ശബ്ദം വന്നപ്പോൾ ചെവി കൊണ്ട് കേട്ടു, മൂക്കുകൊണ്ട് മണത്തു. നമ്മളിൽ നിന്ന് കുറേ ദൂരെ ഒരു സ്മെൽ, ഒരു വാസന ഉണ്ടാവാം, പക്ഷേ നമ്മൾ അറിയാൻ പോണില്ല. കാറ്റ് ആ വാസനയെ ഊതി ഊതി കൊണ്ടുവന്ന് നമ്മുടെ മൂക്കിൻ്റെ പഴുതിൻ്റെ ഉള്ളിൽ ആ കാറ്റ് പ്രവേശിക്കുമ്പോഴേ ആ വാസന നമ്മൾ അറിയാൻ പോണുള്ളൂ. അതുവരെ നമുക്ക് വാസനയുണ്ടോ? ഉണ്ടോ? അപ്പം ഞാനല്ലേ ഇവിടെ വാസനയാവുന്നത്? ഞാനല്ലേ ഞാൻ അനുഭവിക്കുന്ന വിശ്വമാകുന്നത്? ഞാൻ അനുഭവിക്കുന്ന വിശ്വം ഒരു മില്ലിമീറ്റർ എൻ്റെ ശരീരത്തിൻ്റെ പുറത്തല്ല, എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഉണർവ് തലത്തിലാണ് ഞാൻ അനുഭവിക്കുന്ന വിശ്വം. അപ്പം ഞാൻ ആ വിശ്വമായി വികസിക്കുന്നതോ അതോ വിശ്വം എന്നിൽ നുഴഞ്ഞു കയറുന്നതോ? ആരെങ്കിലും പറയുന്നുണ്ടോ? വിശ്വം എന്നിൽ നുഴഞ്ഞു കയറുന്നുണ്ടോ അതോ ഞാൻ വിശ്വമായി വികസിക്കുന്നതോ? എന്നിൽ നിന്നല്ലേ വിശ്വം ജനിക്കുന്നത്. മത്തോ വിനിർഗതം വിശ്വം മയ്യേവ ലയമേഷ്യതി. ഏത് വിശ്വത്തെ കണ്ട് വ്യവഹരിച്ചു കൊണ്ടിരുന്നോ ഞാൻ, ആ വ്യവഹാരത്തെയും ആ വിശ്വത്തെയും വിട്ട് കടന്നുറങ്ങുന്നതും ഞാനാണ്. അപ്പം എന്നിലാണ് ഉദയാസ്തമനങ്ങൾ. ആരുടെ? വിശ്വത്തിൻ്റെ ഉദയാസ്തമനങ്ങൾ. സൂര്യൻ്റെ ഉദയാസ്തമനങ്ങൾ ആകാശത്തിൻ്റെ ഉള്ളിലാകാം. ആകാശവും സൂര്യനും അടക്കമുള്ള വിശ്വത്തിൻ്റെ ഉദയവും അസ്തമനവും നടക്കുന്നത് എൻ്റെ ഉള്ളിലാണ്. ഏതുപോലെ? മൃതികുംഭോ ജലേ വീജിഹി. മൃതികുംഭോ, ഒരു മൺകുടമുണ്ടാക്കി. ആ മൺകുടം എവിടുന്നാ ഉണ്ടാക്കിയത്? എവിടെ ആ കുടം നിൽക്കുന്നത്? മണ്ണിൽ നിന്നുണ്ടാക്കിയതാണ്. ആ കുടം എന്ന് പറയുന്നത് എന്താ? ഒരു പ്രത്യേക ആകൃതി, ഇങ്ങനെ മത്തങ്ങ പോലെ ഒരു കഴുത്തൊക്കെ ആയിട്ട്. അപ്പോൾ ആ മണ്ണ് തന്നെയാണ് അവിടെ കുടമായി തീരുന്നത്. അപ്പോൾ കുടം എന്ന് പറയുന്ന ആ ഉത്പന്നത്തിൻ്റെ നിൽപ്പ് എവിടെ? മണ്ണിൽ. മൃതികുംഭോ ജലേ വീജിഹി. തരംഗം, അല, തെര എന്ന് നമ്മൾ പറയണു. ആ അലയും തെരയും തരംഗവും ഒക്കെ എവിടെയാ? ജലത്തിൽ, സമുദ്രജലത്തിൽ. ജലേ വീജിഹി കനകേ കടകം യഥാ. നിങ്ങൾ പറയുന്ന വിള എവിടെയാ? വിള കയ്യിലാണോ വിള? അതോ കയ്യിൽ വിള ഇട്ടിട്ടുണ്ടോ? ആ വിള എന്ന് പറയുന്നത് എന്താ? അത് സ്വർണത്തിലാണ് വിളയുടെ രൂപം. സ്വർണമല്ലാതെ അവിടെ ഒരു വിളയില്ല. വിള എന്ന് നമ്മൾ പറയണത് സ്വർണത്തിൻ്റെ പ്രത്യേക ഒരു രൂപകൽപ്പനയാണ്. അതിൻ്റെ അസല് വസ്തു സ്വർണമാണ്. ആ സ്വർണം ഒരു പ്രത്യേക ആകൃതിയിൽ അങ്ങോട്ട് ആകുമ്പോൾ അതിനെ നമ്മൾ വള എന്ന് പറയണു എന്നല്ലാതെ വള എന്നൊരു അന്യവസ്തു അവിടെ വരുന്നില്ല. സ്വർണം മാത്രമേ ഉള്ളൂ, അലയുമില്ല, ജലം മാത്രമേ അവിടെ ഉള്ളൂ. മത്തോ വിനിർഗതം വിശ്വം മയ്യേവ ലയമേഷ്യതി. മൃതികുംഭോ ജലേ വീജിഹി കനകേ കടകം യഥാ. മനസ്സിലാവുന്നുണ്ടോ? ബോധിക്കുന്നുണ്ടോ? അതോ നാം മനസ്സിലാക്കിയത് അങ്ങനെ അവിടെ നിൽക്കണു, എന്തോ സ്വാമിജി പറയുന്നു, കണ്ഠക്ഷോഭം ഞാൻ കേൾക്കണു, അങ്ങനെയാണോ? അതോ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കൈവല്യ നവനീതം എന്ന് പറഞ്ഞ ഒരു തമിഴ് കവിയുടെ ഒരു ഗ്രന്ഥമുണ്ട്. വസ്ത്രതന്തു കിരീട കുണ്ടല നിഷ്ക കാഞ്ചന കുണ്ടിക മൃദ്വദേവമിദീക്ഷിതാമിഹ ചൈകമേവ ഹി വസ്തുതഃ കാരണാദ്വ്യതിരിക്തമസ്തി ന കാര്യവസ്തു കദാചനേത്യാത്മമാത്ര വിലോകനം തു അപവാദമാഹുരമും ബുധാ. നോക്കൂ, എത്ര രമണീയമായ ശ്ലോകങ്ങൾ. വസ്ത്രതന്തു കിരീട കുണ്ടല നിഷ്ക കാഞ്ചന കുണ്ടിക. കുറേ ഉദാഹരണങ്ങൾ പറയാം അദ്ദേഹം. വസ്ത്രതന്തു, ഈ വസ്ത്രം എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും ധരിച്ചിട്ടുണ്ടല്ലോ, അത് വാസ്തവത്തിൽ നൂലാണ്. നൂലുകൊണ്ട് നെയ്തുണ്ടാക്കിയതാ. ആ നൂലാണെങ്കിൽ പഞ്ഞി വസ്ത്രമാണെങ്കിൽ ആ പഞ്ഞിൻ്റെ രൂപഭേദമാണിത് മുഴുവനും, അതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ വസ്ത്രം എങ്ങനെ തന്തുവോ? കിരീട കുണ്ടല നിഷ്ക കാഞ്ചന. കിരീടമാകട്ടെ, കുണ്ടലമാകട്ടെ, നിഷ്കം എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണ നാണയം. ഇങ്ങനെ 3 പേര് പറഞ്ഞ് വേറെ വേറെ വിലയോടുകൂടി നമ്മൾ സ്വീകരിച്ചാലും എല്ലാം കാഞ്ചനം, സ്വർണമാണ്. കുണ്ടിക മൃദ്വദേവം. പഴയ കാലത്ത് ചുമരുണ്ടാക്കുന്നതൊക്കെ മണ്ണുകൊണ്ടാണ്.
പിന്നീടാണ് കല്ലുകൊണ്ട് മണ്ണ് കുഴച്ച് ഉരുളയാക്കി ആ ഉരുള കുത്തി അത് കൈകൊണ്ട് പിച്ചി മാന്തി ഒക്കെ ഉണ്ടാക്കുന്നതാണ് മൺചുമരുകൾ. അപ്പോൾ എല്ലാ ചുമരുകളും വാസ്തവത്തിൽ മണ്ണാണ്. മൃദ്വദേവം മണ്ണ് തന്നെ, വേറെ ഒന്നുമല്ല. ഇതീക്ഷിതാമിഹ ചൈകമേവ ഹി വസ്തുതഃ. ഇങ്ങനെ എല്ലാറ്റിനെയും അതിൻ്റെ കാരണപ്പൊരുളെന്തോ കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്ക് ഗണിച്ചുണ്ടാക്കി ഒരുപോലെ മനസ്സിലാക്കി ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും നമ്മുടെ ഉള്ളുണർവിൻ്റെ രൂപഭേദങ്ങളാണ്, അതിലുള്ള പ്രത്യയങ്ങളാണ്, പ്രതീതികളാണ്, പ്രതിച്ഛായകളാണ് എന്ന് മനസ്സിലാക്കുക. കാരണാദ്വ്യതിരിക്തമസ്തിന കാര്യവസ്തു കഥാചനേ. കാരണത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു കാര്യമില്ല. കാരണത്തിൻ്റെ പരിണത രൂപമാണ് കാര്യം. ഇപ്പോൾ വെള്ളമാണ്, അതിനെ തണുപ്പിച്ചാൽ കട്ടിയായ ഐസായി നല്ല നിറവുമുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു വാഹനം വരെ ഓടിക്കാം നിങ്ങൾക്ക്. വെള്ളം കട്ടിയായാൽ H2O ആണ് ഈ കട്ടിയായിട്ട് ഐസായിരിക്കുന്നത്. അത് കുറച്ചും കൂടിയും ചൂടാക്കിയാലാണ് നീരാവിയായി ട്രെയിൻ വരെ മൂവ് ചെയ്യാനുള്ള ശക്തിയോടുകൂടി അത് പരിണമിച്ചിരിക്കുന്നു. ഇതെല്ലാം വാസ്തവത്തിൽ ഒന്നാണല്ലോ. കാരണാദ്വ്യതിരിക്തമസ്തിന കാര്യവസ്തു കഥാചന. ഒരിക്കലുമില്ലാന്ന്, കാരണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമില്ല. ഇത് ആത്മവാത്ര വിലോകനം തൂ. അതുപോലെ നിങ്ങൾ എല്ലാറ്റിനെയും അന്വയിച്ച് ഇങ്ങോട്ട് എടുത്താൽ ഞാൻ കാണുന്ന വിശ്വം എൻ്റെ ഉള്ളിൽ പ്രതീതി മാത്രമായി ഞാൻ അനുഭവിക്കുന്നതാണ്. എൻ്റെ കണ്ണ് തുറന്നാലേ കാഴ്ചയുള്ളൂ, എൻ്റെ കണ്ണില്ലെങ്കിൽ കാഴ്ചയില്ല. കാഴ്ചയെ വസ്തുവോടുകൂടി ബന്ധിപ്പിക്കരുത്, കാണുന്ന കണ്ണിനോടുകൂടി ബന്ധിപ്പിക്കണം. കണ്ണിനെ ഉണർത്തുന്ന മനസ്സോടുകൂടി ബന്ധിക്കണം, ഉൾപ്രകാശത്തോടുകൂടി ബന്ധിപ്പിക്കണം. ആ ഉൾപ്രകാശം മാത്രമാണ് ഇവിടെ, ആത്മാ മാത്രമാണ്. ഇത് അപവാദമാഹുരമുംബുധ. ഇതിനാണ് ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ. ഇതല്ല എന്ന് പറയുന്ന മാർഗത്തിൻ്റെ രഹസ്യം ഈ കാര്യകാരണ ചിന്തയാണ്. കൈവല്യ നവനീതത്തിലെ ഒരു ശ്ലോകമാണ്. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. അഹോ അഹം നമോ മഹ്യം വിനാശോ യസ്യ നാസ്തി മേ ബ്രഹ്മാദിസ്തംഭപര്യന്തം ജഗന്നാശേപി തിഷ്ഠതഃ. മൈ ഡിയർ സോൾസ്, in every verse the great Janaka is only presenting before you the characteristics, the qualifications, the nature, the excellences, the potentials, the properties, the magnificence of what you call the mind, what you call the I. മനസ്സ്, ബുദ്ധി, ഞാൻ എന്നൊക്കെ പറയുന്ന ആ ഉൾഘടകമുണ്ടല്ലോ, സാന്നിധ്യമുണ്ടല്ലോ, ആ സാന്നിധ്യത്തിൻ്റെ ലക്ഷണങ്ങളും മഹിമയും മേന്മയും പ്രഭാവവും അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രാഗൽഭ്യവും മാത്രമാണ് അദ്ദേഹം ഒന്നൊന്നായി പെറുക്കി പറയുന്നത്. അഹോ അഹം നമോ മഹ്യം. അഹോ അഹം നമോ മഹ്യം. ഒന്ന് പറയുന്നപ്പാ, എല്ലാവരും ഒന്ന് ഉറക്കെ പറയൂ, ഞാൻ കേൾക്കട്ടെ. അഹോ അഹം നമോ മഹ്യം. വിനാശോ യസ്യ നാസ്തി മേ. വിനാശോ യസ്യ നാസ്തി മേ. ബ്രഹ്മാദിസ്തംഭപര്യന്തം. ബ്രഹ്മാദിസ്തംഭപര്യന്തം. ജഗന്നാശേപി തിഷ്ഠതഃ. ജഗന്നാശേപി തിഷ്ഠതഃ. കാര്യങ്ങൾ എവിടെ പോയി? ഇതാണ് ഭാരതം, ഇതാണ് ഭാരത സംസ്കാരം. ഈ പൈതൃകമാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലും മസ്തിഷ്കത്തിലും പേറി നടക്കുന്നതപ്പാ. ബാക്കിയുള്ളതൊന്നുമല്ല. തെറ്റിദ്ധാരണ മാറ്റൂ. മൗഢ്യം എന്നേക്കുമായി വിട പറയട്ടെ. അജ്ഞാനം കത്തി നശിക്കട്ടെ. ഈ അറിവ് പേറൂ, ഇത് ഉൾക്കൊള്ളൂ. അഹോ അഹം നമോ മഹ്യം. അഹോ അഹം നമോ മഹ്യം. അഹോ അഹം നമോ മഹ്യം. വേറെ എവിടെ കാണും ഇങ്ങനെ ഒരു ചൊല്ല്? അഹോ അത്യാശ്ചര്യം, അത്യദ്ഭുതം, അതിശയം. ഞാൻ എന്നൊരു വാക്കുണ്ടല്ലോ,
അത് സൂചിപ്പിക്കുന്ന ആ ഉൾ സാന്നിധ്യമുണ്ടല്ലോ. അഹോ അത്യാശ്ചര്യം അത്യാശ്ചര്യം. നമോ മഹ്യം. നമസ്കാരം എനിക്ക് എനിക്ക് എനിക്ക്. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നമോ മഹ്യം. എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ നമസ്കരിക്കാൻ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവനവനെ തന്നെയാണ് നമസ്കരിക്കേണ്ടത്. അത് സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ നമസ്കരിക്കുന്നത്. നിങ്ങളെ ഒന്ന് നമസ്കരിക്കും, ഞാൻ കാണട്ടെ വളഞ്ഞു പിരിഞ്ഞ്. അഹോ അഹം നമോ മഹ്യം വിനാശോ യസ്യ നാസ്തി മേ. ഞാൻ ഇത്ര നാളും കണ്ട് മനസ്സിലാക്കിയതൊക്കെ, ലോകത്തിലുള്ളതൊക്കെ നശിക്കും, ഞാനും നശിക്കും, എൻ്റെ ശരീരം നശിക്കുന്ന. ഇപ്പം എനിക്ക് മനസ്സിലായി, നശ്വരമാണ് ലോകവസ്തുക്കൾ മുഴുവനും. ആ നശ്വര വസ്തുക്കളിൽ പെട്ടതാണ് എൻ്റെ ശരീരം. പക്ഷേ എൻ്റെ ശരീരത്തെ ഉണർത്തിത്തരുന്ന ഉള്ളുണർവുണ്ടല്ലോ, അതിന് ഒരു കാലത്തും നാശമില്ല. അനശ്വരം അനശ്വരം അനശ്വരം. അങ്ങനെ അനശ്വരതയെ പേറി നടക്കുന്നതാണ് എൻ്റെ ഈ ശരീരം. വിനാശോ യസ്യ നാസ്തി മേ. ഇനി നിങ്ങൾ മരണം എന്നൊരു വാക്ക് പറയോ? നായുടെ വാല് തന്നെ. മരണം മിണ്ടിപ്പോവരുത്, മിണ്ടിപ്പോവരുത്. മരണോ? ലോകത്തിൽ പരിവർത്തനം നടക്കണു. ആ പരിവർത്തനം ഇപ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ട്. പ്രതിക്ഷണം എത്രയോ സെല്ലുകൾ ഉണ്ടാവുന്നു, ആ സെല്ലുകൾ ഇല്ലാതെയാവുന്നു. പ്രതിക്ഷണം എത്രയോ മരണം നമ്മുടെ ശരീരത്തിൽ നടക്കണു. കുറേ കഴിഞ്ഞാൽ ശ്വാസകോശത്തിൽ ശ്വാസം പ്രവർത്തിക്കാതെ ആവും. അപ്പോൾ ശരീരം ജഡമാവണു, അതിൻ്റെ പ്രവർത്തനശേഷി നിൽക്കുന്നു എന്നല്ലാതെ എൻ്റെ ഉള്ളിൽ എല്ലാറ്റിനും കാരണഭൂതമായി ഉള്ളുണർവായി സർവപ്രകാശകമായി നിന്ന ആ ഉൾ സാന്നിധ്യത്തിന് ഒരു നാശവും ഒരിക്കലും വരില്ല. അത് എങ്ങനെ പരിണമിക്കാനാ? ദ്രവ്യവും ഊർജവും കൂടിച്ചേർന്നതാണ് പരിണാമങ്ങൾ മുഴുവനും. ഇത് ദ്രവ്യോർജങ്ങൾക്ക് അതീതമാണ്. ദ്രവ്യത്തിനും ഊർജത്തിനും പിടിപെടാൻ സാധിക്കില്ല, അണയ്ക്കാനോ പിണയ്ക്കാനോ പറ്റില്ല. അവയെക്കാളെല്ലാം അതിശയമായി കിടക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും നാശമില്ല. ബ്രഹ്മാദിസ്തംഭ പര്യന്തം ജഗന്നാശേവി. ഒന്ന് കേൾക്കുവപ്പ. ബ്രഹ്മാവിൽ നിന്ന് തുടങ്ങി സ്തംഭപര്യന്തം ഒരു പുൽക്കൊടി വരെയുള്ള സാധനങ്ങളൊക്കെ ജഗന്നാശേ, അതടക്കമുള്ള ജഗത്ത് മുഴുവനും നശിക്കുമ്പോഴും തിഷ്ഠതഃ, ഞാനും എൻ്റെ ഉള്ളുണർവും ബാക്കി വരും. എൻ്റെ ഉള്ളുണർവിന് ഒരു നാശവുമില്ല. അത് ദേശകാലങ്ങൾക്ക് അതീതമാണ്, ഇന്ദ്രിയങ്ങൾക്ക് അതീതമാണ്. ദേഹം കൊണ്ട് നമുക്കതിനെ അനുഭവിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇതല്ലേ ആദ്യം പറഞ്ഞത്? ന പൃഥ്വീ ന ജലം നാഗ്നി ന വായു ദ്യൗർണവാ ഭവാൻ. ജനക, അങ്ങ് ഈ കാണുന്ന ഭൂമിയല്ല, വെള്ളമല്ല, വായുവല്ല, അഗ്നിയല്ല, ആകാശമല്ല, എല്ലാറ്റിനെയും നോക്കിക്കാണുന്നവൻ, ഉണർവ് രൂപത്തിലുള്ളവൻ, ജഡരൂപത്തിലുള്ള വസ്തുക്കളല്ല ഭവാൻ എന്നിങ്ങനെ പറഞ്ഞു കൊടുത്തു. അതാണ് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ പറയുന്നത്. അഹോ അഹം നമോ മഹ്യം വിനാശോ യസ്യ നാസ്തി മേ ബ്രഹ്മാദിസ്തംഭപര്യന്തം ജഗന്നാശേവി തിഷ്ഠതഃ. എൻ്റെ പൊന്നു കുട്ടികളെ, നിങ്ങളൊന്ന് ആലോചിക്കൂ. ഈ ശ്ലോകങ്ങളൊക്കെ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ, ഞാൻ വളരെ കാലം മുൻപ് വായിച്ചതാണത്, കൽക്കത്തയിലിരിക്കുന്ന കാലത്ത്, സന്യാസത്തിന് മുൻപ്. അത് വായിക്കുമ്പോൾ ഞാനിത് സാധാരണ ഒരു ലിറ്ററേച്ചർ, ഒരു സാഹിത്യമായി ഇതിനെ നോക്കിയിട്ടില്ല. അതിൽ ഞാൻ കണ്ടത് എൻ്റെ തന്നെ ഉള്ളുണർവിൻ്റെ പ്രകടിത രൂപമാണ് കണ്ടത്. ഇതാണോ സത്യം? ഇതാണോ പരമാർത്ഥം? ഇതാണോ നമുക്ക് ഗ്രഹിക്കാനും അനുഭവിക്കാനും അനുഭവിച്ച് മകിഴാനുമുള്ളത് എന്നിങ്ങനെ ഒരു തോന്നലോട് കൂടിയിട്ടാണ് വായിച്ചിരിക്കുന്നത്. മുണ്ടകോപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. അതിൽ പ്രതിപാദിക്കുന്നത് മുഴുവൻ ഓംകാരം എന്ന ശബ്ദത്തെക്കുറിച്ചാണ്. ഓംകാരം 3 സ്വരങ്ങളുടെ സംയുക്തതയാണ്.
വായ തുറന്ന് പുറപ്പെടുന്നതാണ് അകാരം, വായ മൂടി വരുന്നതാണ് ഉകാരം. മൃഗങ്ങളടക്കം വായ തുറന്ന് ശബ്ദം പുറപ്പെടുവിച്ചാൽ അത് അകാരമേ ആവൂ. വായ മൂടിയിട്ട് ശബ്ദം പുറപ്പെടുവിച്ചാൽ തവളയല്ല, എല്ലാവരും തന്നെ ആവുന്നത്. ബാക്കി എല്ലാ സ്വരങ്ങളും ഈ രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. അതിനെ സൂചിപ്പിക്കുന്നതാണ് ഊ ഊ ഊ. ആവും ഊവും കൂടിയ ഓ ആയി, അതിൻ്റെ കൂട്ടത്തിൽ അനുസ്വരവും കൂടി ചേർത്താൽ ഓമായി. ഈ മൂന്നെണ്ണം എന്തിൻ്റെ പ്രതീകമാണ്? ജാഗ്രത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും സുഷുപ്തിയുടെയും പ്രതീകങ്ങളാണത്. അപ്പം ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന മൂന്നവസ്ഥകൾ വേറിട്ട് നമുക്ക് നിൽക്കുന്നു. ഈ മൂന്നവസ്ഥകളെയും യോജിപ്പിച്ച് നിർത്തുന്ന നാലാമത്തെ ഒരു ഘടകമുണ്ട്. അതിനെയാണ് തുരീയം. തുരീയം നാലാമത്തത് എന്ന് പറയുക. ആ തുരീയത്തിൻ്റെ പ്രതീകമാണ് ഈ ഓംകാരം എന്ന് പറഞ്ഞ് മാണ്ഡൂക്യോപനിഷത്ത് അത് മുഴുവൻ ചിത്രീകരിക്കുന്നു. ആ ഉപനിഷത്തിൽ മന്ത്രങ്ങൾ വളരെ കുറവേ ഉള്ളൂ. എന്നാൽ ശങ്കരാചാര്യൻ്റെ ഗുരുവിൻ്റെ ഗുരു അതിനൊരു കാരിക എഴുതിയിട്ടുണ്ട്, മാണ്ഡൂക്യ കാരിക. ആ കാരിക വളരെ സുദീർഘമാണ്. ഓരോന്നും വളരെ വ്യക്തമായി 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 എഴുതി വച്ചിരിക്കുന്നു. ആ മാണ്ഡൂക്യ കാരികയിൽ പറയുകയാണ് അദ്ദേഹം, ഗൗഡപാദൻ എന്തു പറയണു? നിസ്തുതിർ നിർനമസ്കാരോ നിസ്വധാകാരയേവച ചലാചല നികേതശ്ച യതി യാദൃച്ഛികോ ഭവേത്. ഇദ്ദേഹം എഴുതിയത് ഒരു 1200 1300 കൊല്ലങ്ങൾ മുൻപായിരിക്കണം. നമ്മുടെ പൂർവികർ ആ ഗ്രന്ഥം നശിച്ചു പോകാതെ ഇങ്ങനെ ചിലരൊക്കെ ഒന്ന് അച്ചടിച്ച് അതിനൊരു വ്യാഖ്യാനം എഴുതി അതിനെ പ്രസിദ്ധീകരിച്ച് നിങ്ങളെപ്പോലെയുള്ളവർ ചിലർ കേട്ട് സമാജത്തിൽ മുക്കിലും മൂലയിലുമായി നശിച്ചു പോകാതെ ആ സാഹിത്യം സുരക്ഷിതമായി നിലനിന്നു പോന്നു. അതിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിലും കിട്ടി. രാമകൃഷ്ണ മിഷൻ്റെ പബ്ലിക്കേഷനാണ് മാണ്ഡൂക്യ കാരിക. നിഖിലാനന്ദ സ്വാമിയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പം അതിൽ വായിച്ച് അവസാനം എത്തിയപ്പോൾ പറയണത് എന്താ? ഇത് മുഴുവനും വായിച്ച് മനസ്സിലാക്കി ഞാനൊരു പണ്ഡിതനാണ്, കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞ് നടക്കാനാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ശാസ്ത്രങ്ങളൊന്നും അങ്ങനെ എഴുതിയതല്ല. എല്ലാം ആ ശാസ്ത്രത്തിൽ പറഞ്ഞത് സാധനയായി സ്വീകരിച്ച് അനുഭവിച്ച് ആ അനുഭവത്തിൽ നമ്മൾ ദീപ്തി ആ അനുഭവമഗ്നരായി തീരണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതിൽ അദ്ദേഹം എഴുതുകയാണ്, നിസ്തുതിർ നിർനമസ്കാരോ നിസ്വധാകാരയേവച. ഇവിടെ ജനകൻ പറയണത് എന്താ? അഹോ അഹം നമോ മഹ്യം. നമ്മൾ നമസ്കരിക്കാനായി എത്ര ക്ഷേത്രത്തിൽ പോണു, എത്ര ആൾക്കാരെ പോയി കാണുന്നു, എവിടെയൊക്കെയാ ചെല്ലണത്. നമസ്കരിച്ചോളൂ, നല്ലത് തന്നെയാണ്. പക്ഷേ ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തിന് മുഴുവൻ അതിശയിച്ച് നിൽക്കുന്ന ഒരു ഉള്ളുണർവ് അണങ്ങുന്നുണ്ട് എന്നിൽ. ആ ഉള്ളുണർവിനെയാണ് ഞാൻ എന്ന വാക്കുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം ഭീമമോ ആണെങ്കിൽ അതിനേക്കാൾ എത്രയോ മഹത്തരമാണ് എൻ്റെ ഉള്ളിലുള്ള ഞാൻ സത്യം എന്ന് മനസ്സിലാക്കി എന്നെ നമസ്കരിക്കണമെന്നല്ലേ പറഞ്ഞത്. അദ്ദേഹം പറയുകയാണ്, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ഓരോ ദേവതയെ സ്തുതിക്കാൻ പോകരുത്. നിസ്തുതിഹി നിർനമസ്കാര. ഒരെണ്ണത്തിനെയും പ്രത്യേകമായി നമസ്കരിക്കേണ്ട ചോദ്യം വരുന്നില്ല. നിസ്വധാകാരയേവച. മരിച്ചവർക്ക് എന്ന് പറഞ്ഞ് പിണ്ടദാനങ്ങൾ യാതൊന്നും ചെയ്യേണ്ട ചോദ്യം വരുന്നില്ല. എല്ലാം കൂടി ഇവിടെ ഒന്നേ ഉള്ളൂ, അത് അവനവൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ വിസ്താരവും മഹിമയുമാണ് ബാക്കിയുള്ളതെല്ലാം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തു വേണം? ചലാചലനികേതശ്ച. ചലമായി ശരീരവും അതിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന നിശ്ചലമായിരിക്കുന്ന ചൈതന്യസ്ഫൂർത്തിയും, ഇത് രണ്ടും മാത്രമാണ് ആശ്രയം എന്ന് കണക്കാക്കി യതിയായി സഞ്ചരിക്കൂ. ട്രാവൽ ആസ് എൻ അസെറ്റിക്, ട്രാവൽ ആസ് എ തപസ്വി. പിന്നെ നമുക്കൊരു വീട്, നമുക്കൊരു കല്യാണം, നമുക്കൊരു കുട്ടികൾ, നമുക്കൊരു സമ്പാദ്യം, ആ ചോദ്യങ്ങളെ വരുന്നില്ല. എന്ത് നമുക്ക്, എന്ത് ഞാൻ, എന്ത് നമുക്ക്, എന്ത് ഞാൻ. ചലാചലനികേതശ്ച യതി. എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചാൽ യാദൃച്ഛികമായി ജീവിക്കണം. മലമ്പാമ്പുണ്ട് ലോകത്തിൽ,
മഹാപാവം. അതിനെ ഇഴഞ്ഞു പോവാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇരയെ പിടിക്കണമെങ്കിൽ ഇത്തിരി ഓടണം ചാടണമൊക്കെ വേണം. അതൊന്നും അതിന് പറ്റില്ല. വേഗം നീങ്ങാനും കൂടി പറ്റില്ല, അത്രയ്ക്ക് ഭാരമാണ്. അങ്ങനെ കിടക്കുന്ന ഒരു മലമ്പാമ്പ് ഈ ലോകത്തിൽ വംശമറ്റ് പോയിട്ടില്ല. നിങ്ങൾ കേൾക്കണുണ്ടോ? വംശമറ്റ് പോയിട്ടില്ല. അതിന് ആര് ഭക്ഷണം കൊടുക്കണു, എങ്ങനെ കിട്ടണു, അതെങ്ങനെ പ്രസവിക്കണു, എങ്ങനെ മുട്ടയിടണു ഒന്ന് പറയും നിങ്ങൾ. വേണ്ടി വന്നാൽ കാട്ടിൽ ചെന്നിട്ട് നോക്കേൻ. ഈ മഹാപാവം അത് കിടക്കുന്ന ദിക്കിൽ ഇങ്ങനെ വായും തുറന്നിങ്ങനെ നിൽക്കും. എന്തെങ്കിലും ഒരു സാധനം പക്ഷിയോ മറ്റും വന്നാൽ ഒരു വിഴുങ്ങ് അത്രയേ ഉള്ളൂ. അപ്പോൾ പക്ഷി പറക്കണം, അതിൻ്റെ വായുടെ മുമ്പിലാവണം, അതിന് വിഴുങ്ങാൻ പറ്റണം. അങ്ങനെയുള്ള സ്ഥലത്താവണം അതിൻ്റെ അമ്മ അതിനെ പെറ്റിട്ടുണ്ടാവുക, അത് വളരണത്. ഇങ്ങനെ പല യാദൃശിക ഘടകങ്ങളുണ്ട്. ആ യാദൃശികതയ്ക്ക് വിധേയമായി കഴിയുന്ന മലമ്പാമ്പ് വംശമറ്റ് പോയിട്ടില്ലെങ്കിൽ, എടോ മനുഷ്യ, വായും മൂക്കും നാവും കയ്യും കാലും സഞ്ചാരയോഗ്യതയും ഉള്ള താൻ ഒരിക്കലും ഇവിടെ കഷ്ടപ്പെട്ട് ചാവില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോപ്പാ? ഇതാണ് ഭാരതം. നമുക്ക് അമേരിക്കയെ പോലെ ആവണ്ട, നമുക്ക് ചൈനയെ പോലെ ആവണ്ട, നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങളെ പോലെ ഒന്നും ആവണ്ട. നമുക്ക് നമ്മളായിട്ട് തന്നെ കഴിഞ്ഞാൽ മതി. നാം ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നവരല്ല, പണത്തിനെ ആശിക്കുന്നവരല്ല, ഈശ്വരനെ പോലും നാം അഭിലഷിക്കുന്നില്ല. നമ്മുടെ ഉൾമഹിമയിൽ ആണ്ട് മുങ്ങി വിഹരിക്കുന്നവരാണ് നമ്മൾ. ഉള്ളാനന്ദത്തിൽ അതിര് കടന്ന് നാം സന്തോഷിക്കുന്നു. ഉള്ളിടത്തോളം കാലം നാം സംസാരിക്കും. നമുക്ക് സംസാരിക്കാൻ ഈശ്വരൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ സ്തുതി അർഹനായി പരബ്രഹ്മം പരമാത്മാവ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിസ്തുതി നിർനമസ്കാര യതി യാദൃച്ഛികോ ഭവേത്. യാദൃച്ഛികമായി വരുന്നത് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം കൈ വീശി സഞ്ചരിച്ചോളൂ. ശ്വസിക്കാൻ കാറ്റ് തരുന്നത് പോലെ കഴിക്കാൻ ഭക്ഷണം ഞാൻ കൊണ്ടെത്തിച്ചോളാം. നിങ്ങൾ ചിന്തിക്കണ്ട. പെറ്റ കുട്ടിക്ക് അച്ഛനും അമ്മയുമാണ് പ്രാണരക്ഷകന്മാരെന്ന് വിചാരിക്കരുത് നാം ഭാഗവതം പാടുന്നത്. ബാലസ്യനേഹ ശരണം പിതരൗ നൃസിംഹ. പറ്റുവീണ കുട്ടിക്ക് അച്ഛനമ്മമാരാണ് ശരണം എന്ന് പറയുന്നത് ശരിയല്ല എന്ന് കൊച്ചു പ്രഹ്ലാദൻ നരസിംഹത്തിൻ്റെ മുഖത്ത് നോക്കി സ്തുതിക്കുന്ന വേളയിൽ പറയുന്നു. ഇതാണ് ഭാരതത്തിൻ്റെ സംസ്കാരമപ്പാ, ഒന്ന് മനസ്സിലാക്കിൻ. പണക്കാരെ, നിങ്ങളുടെ വിലയൊന്ന് മാറ്റി കുറിക്കുവപ്പാ. പിച്ചക്കാരെ, നിങ്ങളുടെ ഏഴത്വത്തിന് പുതിയൊരു വ്യാഖ്യാനം നൽകൂ. ഒരു കാലത്തും നമ്മളെ പിച്ചക്കാരനാകാൻ അനുവദിക്കാത്ത ഒരു പരമ തേജസ് നമ്മുടെ ഉള്ളിലുണ്ടപ്പാ. സ്വല്പമെങ്കിലും പണം തേടി അഭിലഷിച്ചതിൻ്റെ പിന്നാലെ പോകാൻ അനുവദിക്കാത്തതായ വിശേഷപ്പെട്ട ഒരു പൈതൃക സിര നമ്മളിൽ ഒഴുകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. തത്വമാധ്യാത്മികം ദൃഷ്ട്വാ തത്വം ദൃഷ്ട്വാതു ബാഹ്യതഃ തത്വീഭൂതസ്തദാ രാമഃ തത്വാദ് അപ്രച്യുതോ ഭവേത്. ഈ ശ്ലോകം കൂടി പറഞ്ഞു നിർത്തട്ടെ, അതോ ഇപ്പം തന്നെ നിർത്തണോ? എന്താ മിണ്ടാത്തെ? തത്വമാധ്യാത്മികം ദൃഷ്ട്വാ. ഈ പറയുന്നത് മുഴുവൻ ആധ്യാത്മിക സത്യമാണ്. ഇത് ദ്രവ്യസത്യമല്ല, ഊർജസത്യമല്ല, ഐന്ദ്രിയ വസ്തുക്കളെക്കുറിച്ചുള്ള സത്യമല്ല. ഇന്ദ്രിയങ്ങളെയും ദേഹത്തെയും ഉണർത്തി തന്ന് എല്ലാറ്റിൻ്റെയും ഛായ ഉണ്ടാക്കി നമ്മളെ അനുഭവിപ്പിക്കുന്നതായ ഉൾ സാന്നിധ്യത്തെക്കുറിച്ചുള്ള നിർവചനമാണ്. അതിനെ ആധ്യാത്മിക രൂപത്തിൽ തന്നെ വേണം കാണാൻ. അങ്ങനെ ആധ്യാത്മികമായിരിക്കുന്ന ഉൾസത്യത്തെ നല്ലപോലെ കണ്ട് തത്വം ദൃഷ്ട്വാതു ബാഹ്യതഃ. അതല്ലാതെ ഈ പുറത്ത് കാണുന്നത് നമ്മുടെ ശരീരമടക്കമുള്ളതെല്ലാം നശിക്കുന്നതാണ്, ഇന്ദ്രിയങ്ങൾക്ക് മാത്രം ഗ്രഹിക്കാവുന്നതാണ്, മറ്റൊന്നല്ല എന്ന് മനസ്സിലാക്കി തത്വീഭൂതഃ. മനസ്സിലാവുന്നുണ്ടോപ്പ? നിങ്ങൾ തത്വമായി തീരൂ. എന്ത് തത്വം? ശരീരമല്ല, ദേഹിയായി തീരൂ, ദേഹമല്ല. തത്വീഭൂതഃ തദ് ആരാമഃ. അതിൽ ആരമണം വരട്ടെ, നിങ്ങൾക്ക് സന്തോഷം വരട്ടെ. അതാണല്ലോ ഈ ഭഗവാനെ സ്തുതിച്ച് നാമസങ്കീർത്തനം ചെയ്ത് ഇങ്ങനെ പാടി പാടി ആടി ആടി നൈമിഷാരണ്യത്തിൽ ഞാൻ നാമസങ്കീർത്തന യാത്ര ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ, പ്രദക്ഷിണം കൊണ്ടുപോകുമ്പോൾ ആട്ടവും പാട്ടും ആളും താളവും, എന്താ അവിടുത്തെ സ്ഥിതി ഒന്ന് കാണേണ്ടതാ. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് അവിടെ വന്ന് കാണുകയും അടുത്ത കൊല്ലം നടക്കുന്നുണ്ടെങ്കിൽ. എന്താണ് മനുഷ്യരുടെ സന്തോഷം? നമുക്ക് വേറെ ഒന്നും വേണ്ട.
തത്വീഭൂത തദാരാമ, അതിൽ സന്തോഷിക്കൂ, അതിൽ ആരവണം കാണൂ, അതിൽ വിഹരിക്കൂ, അതിലാകട്ടെ നിങ്ങളുടെ കളിയും കോളും എല്ലാം തന്നെ. തത്വാത് അപ്രച്യുതോ ഭവേത്, നിങ്ങളുടെ മനസ്സും ബുദ്ധിയും ഈ തത്വത്തിൽ നിന്ന് സ്വല്പമെങ്കിലും വഴുതി വീഴാതിരിക്കട്ടെ. ഈ തത്വത്തിൽ നിന്ന് വഴുതി വീഴരുത്, ഇത് മറന്നു പോകരുത്, ഇതെപ്പോഴും സജീവമായി നിങ്ങളിൽ നിൽക്കണം. ആ സജീവമായി നിൽക്കുന്നതാണ് നമ്മുടെ നേട്ടം, അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് നമ്മുടെ സാക്ഷാത്കാരം. തത്വമാധ്യാത്മികം ദൃഷ്ട്വാ തത്വം ദൃഷ്ട്വാ തു ബാഹ്യതഃ തത്വീഭൂതസ്തദാരാമഃ തത്വാദ് അപ്രച്യുതോ ഭവേത്. ഇതാണ് അദ്ദേഹം അഹോ അഹം നമോ മഹ്യം ഏകോഹം ദേഹവാനപി ക്വചിന്നഗന്ത നാഗന്ത വ്യാപ്യ വിശ്വമവസ്ഥിത. അഹോ അഹോ, ഞാൻ എന്നെ തന്നെ ഇതാ നമസ്കരിക്കുന്നു. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും വ്യാപിച്ച് എല്ലാറ്റിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാറ്റിനെയും അതിശയിച്ച് പരിലസിക്കുന്ന ആ മഹാപ്രഭാവമായ എനിക്ക് മഹാനമസ്കാരം. എവിടെയാ ജനകൻ്റെ വാക്കുകൾ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? സാധാരണ ഇതൊരു പൊതുമേടയിൽ നിന്ന് ആരും പറയാറുമില്ല, കേൾപ്പിക്കാറുമില്ല. എനിക്കും അതിനൊരു കലവറയുണ്ട്. കലവറയോട് കൂട്ടിയിട്ട് തന്നെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. ഈ മേടയിൽ നിന്നത് പറഞ്ഞാൽ എല്ലാവരും ഇത് ഗ്രഹിക്കുമോ, ഉൾക്കൊള്ളുമോ? ഒരു സംശയം എൻ്റെ മനസ്സിലൊരു ഈഷൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ നോക്കൂ, ഇതാണ് നമ്മുടെ സംസ്കാരം. നമ്മുടെ സംസ്കാരം 18 കൊല്ലം ഗീതാ തത്വസമീക്ഷ നടത്തി, കൃഷ്ണൻ പറയുന്നത് മുഴുവൻ നമ്മൾ കേട്ടു. അതിനുശേഷം ഇനിയും ഒരു സെഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഭഗവത്ഗീതയെ മറിച്ചു വയ്ക്കുന്ന 24 അധ്യായമുള്ള അഷ്ടാവക്ര ഗീത തന്നെ ആവണം എന്ന് തീരുമാനിച്ചതിന് പുറപ്പെട്ടതാണ്. ഇതേവരെ നടന്ന നമ്മുടെ സമാഗമങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ചെയ്തത് നന്നായി എന്നാണ്. എന്നാലും നിങ്ങളുടെ ഭൂമാനന്ദ സ്വാമിക്ക് ഒരു ഈഷൽ പോലെ ഒരു സംശയമുണ്ട്, ഒരു കലവറ. അയ്യോ, ഞാൻ ഈ പറയുന്നത് മുഴുവൻ ഇവർ ഉൾക്കൊള്ളുന്നുണ്ടോ? ഇത് ശരിയാവുന്നുണ്ടോ? അസ്ഥാനത്താണോ? അവരുടെ പിടിപാടിൽ നിന്ന് മുകളിലേക്ക് പോയോ? പട്ടം പൊട്ടിപ്പോണുണ്ടോ എന്നൊരു സംശയം എൻ്റെ മനസ്സിലെപ്പോഴും തോന്നുന്നുണ്ട്. ഉള്ളത് നിങ്ങളോട് പറയാം. ശരി, നിർത്താം. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവ പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാനുസ്മരാമി പ്രണൗമി. ദീസ് ആർ 2 വേഴ്സസ്. ഈ 2 ശ്ലോകം ഞാൻ കൊല്ലങ്ങൾ മുൻപ്, എത്ര കൊല്ലങ്ങൾ മുൻപ്, ഏകദേശം ഒരു 53-54 കൊല്ലങ്ങൾ മുമ്പ് ഞാൻ രചിച്ചതാണ്. അത് നേരം പോക്കുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദേ കെയിം ഫ്രം മീ വെൻ ഐ വാസ് ഇൻ ദ ലെറ്ററിൻ. ആ സമയത്ത് നമുക്ക് മനസ്സിന് ലെറ്ററിനില്ലല്ലോ. ആ സമയത്താണ് നമ്മുടെ സാധന എന്നുള്ളൊരു ജീവിതത്തിൻ്റെ അന്തം, അതിൻ്റെ പരിസമാപനം കുറിക്കുന്ന 2 ശ്ലോകങ്ങളാണ്. ശരി. ഹരിഹി ഹരിഹി ദാ ഓങ്കാരം. ഓ